നമസ്കാരം, ഞാൻ സുമേഷ് യാതംകുളം. നമ്മളുടെ നാട്ടിലൊക്കെ നമുക്ക് എല്ലാ കുടുംബത്തിനും ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഡ്രീമായിരിക്കും. പക്ഷേ അത് എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനം, ബിക്കോസ് ഈ വീട് കെട്ടുക എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. നമ്മൾ ലൈഫിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു 10-15% ആൾക്കാർ രണ്ടാമത്തെ വീടോ, ഒരു 4-5% ആൾക്കാർ മൂന്നാമത്തെ വീടോ, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇതെങ്ങനെ തുടങ്ങണം, എങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ കൺഫ്യൂഷൻ തീർക്കാനാണ് ഈ വീഡിയോ. റൈറ്റ്. അപ്പോൾ ഒരു വീട് ചെയ്യുകയാണെങ്കിൽ അതിന് സാധാരണ രീതിയിൽ 4 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ പറയുക. ഒന്ന് സ്കീമിങ്, അതായത് നമുക്ക് എത്ര എലിജിബിലിറ്റി ഉണ്ട് എന്തൊക്കെ നോക്കി പ്ലാനിങ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ പാർട്ട്, അതാണ് ഫസ്റ്റ് സ്റ്റേജ്, മെയിൻ സ്റ്റേജ്. രണ്ടാമത്തെ അതിൻ്റെ സോഴ്സിങ്, ഈ പ്ലാൻ ചെയ്ത സാധനങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ ഉറപ്പിക്കുക. എന്നിട്ട് ആരുടെ അടുത്ത് വാങ്ങിക്കണം എല്ലാം ഉറപ്പിച്ച് വെച്ചോ. ബിക്കോസ് അല്ലെങ്കിൽ എന്താണ് പറയുക, പണി ചെയ്യുമ്പോൾ ആ സാധനങ്ങൾ വരാതായി കഴിഞ്ഞാൽ നമ്മുടെ പണി അത് ബാധിക്കും. ക്ലിയർ. മൂന്നാമത്തെ സോഴ്സിങ് കഴിഞ്ഞാൽ എക്സിക്യൂഷൻ, അതിനെ ബിൽഡ് ചെയ്തെടുക്കണം, ഇതിനൊക്കെ കമ്പോസ് ചെയ്ത് അതായത് വീട് കെട്ടുന്നതിനെയാണ് എക്സിക്യൂഷൻ എന്ന് പറയുക. പിന്നെ അത് കഴിഞ്ഞാൽ വീട് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പീരിയോഡിക്കൽ മെയിൻ്റെനൻസ്, ഓരോ കൊല്ലം എന്തൊക്കെ ചെയ്യണം. ഈ 4 മെയിൻ സ്റ്റേജുകളാണ്. ഇതിൻ്റെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്കീമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിൻ്റെ സബ് സ്റ്റേജുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻഫർമേഷൻ. റൈറ്റ്. അതൊക്കെ നമ്മുടെ വിസ്ഡം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റേജ്, ഇതൊക്കെ നിങ്ങൾ നോക്കി മാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളൊക്കെ നിങ്ങൾക്ക് ഇതേമാതിരി എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഏരിയ എന്ന് പറയുന്നത്, നമ്മളൊരു വീട് കെട്ടാൻ പോകുമ്പോൾ ആദ്യം നമുക്ക് നോക്കണം നമുക്ക് എന്ത് എലിജിബിലിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പോൾ എലിജിബിലിറ്റി എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? ഒരു കുടുംബം നമുക്കൊരു 30,000 രൂപ വരുമാനം ഉണ്ടെന്ന് വയ്ക്കുക, ഏറ്റവും ചുരുങ്ങിയ വരുമാനം. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവൊക്കെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ആരെയും വർക്ക് ചെയ്യുന്ന 30,000 രൂപ വരുമാനം. ആ വീട്ടിൽ എലിജിബിലിറ്റി എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ അത് മേ ബി 2 തരത്തിലുള്ള പണികളാവാം. ഒന്ന് സർക്കാർ ജോലിയോ അല്ലെങ്കിൽ വല്ല കമ്പനികളിലുള്ള ജോലിയോ ഒക്കെ ആവാം. കമ്പനികൾ പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനികളിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആ ജോലിയുള്ള ആൾക്കാർക്ക് സാലറി സ്ലിപ്പുകൾ ഉണ്ടാവും 6 മാസത്തെ. ഒരു സാലറി സ്ലിപ്പോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ ആ സാലറി ബാങ്കിലേക്ക് അയക്കാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും 6 മാസത്തെ സാലറി സ്ലിപ്പും അവർ 2 കൊല്ലത്തിന് മുമ്പായിട്ട് ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ എംപ്ലോയിഡ് ആണ്, അത് കണ്ടിന്യൂസ് ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എലിജിബിലിറ്റി ആയി. അപ്പോൾ എങ്ങനെ എലിജിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക പറഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാലും ഒന്നും കൂടി വേറെ റിപ്പീറ്റ് ചെയ്യുക. 30,000 രൂപ സാലറി ആണെങ്കിൽ മിനിമം, ഇത് 30, 50, 1 ലക്ഷം എത്രയാണെങ്കിലും അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് 30,000 രൂപ സാലറി ആണെങ്കിൽ 30,000 രൂപ ഡിവൈഡ് ബൈ 2, 50% ഇൻറ്റു 50% ഡിവൈഡ് ബൈ ഇപ്പോഴത്തെ 1 ലക്ഷം രൂപേൻ്റെ EMI ആയിട്ട് 700 രൂപ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 21 ലക്ഷം രൂപ ഒരാൾക്ക്. മുമ്പത്തെ വീഡിയോസ് എടുത്താൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആ ഫോർമുല കിട്ടും. 21 ലക്ഷം രൂപ ആണ് സുമാർ എലിജിബിലിറ്റി കിട്ടുക. 21 മുതൽ 25 ലക്ഷം രൂപ വരെ എലിജിബിലിറ്റി കിട്ടും. നമ്മുടെ കയ്യിൽ 4-5 ലക്ഷം രൂപ ഉണ്ട്, നമുക്ക് 30 ലക്ഷം രൂപ സുഖമായിട്ട് വീട് കിട്ടാം. ഒരു 5-6-10 ലക്ഷം രൂപ താഴെയുള്ള സാധനം ഒരു 10-20 ലക്ഷം രൂപ ചെറിയ വീട് കിട്ടിയ സുഖമായിട്ട് ക്ലിയർ ആയിട്ട് ഇരിക്കാൻ നടത്താം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. റൈറ്റ്. അപ്പോൾ ഈസി ആയിട്ട് അത് പറ്റും, എലിജിബിലിറ്റി ക്ലിയർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ബഡ്ജറ്റ് നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യാം. റൈറ്റ്. ഇതേപോലെ എലിജിബിലിറ്റി ഇത്രണ്ട്, ബഡ്ജറ്റ് 25 വേണോ, 25 ലോൺ കിട്ടും, 5 നമ്മുടെ കയ്യിലുണ്ടായാലും 10 നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ബഡ്ജറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഞങ്ങൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുക, നമ്മൾക്കുള്ളതാണ് വീട്, വീടിന് വേണ്ടി നമ്മൾ ജീവിക്കരുതെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി ഫിക്സ് ചെയ്യുക, അതാണ് ബുദ്ധി. പക്ഷേ ചില ആളുകൾക്ക് നമുക്ക് വലിയൊരു വീട് വേണം, അല്ലെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ വീട് വേണം, അങ്ങനെ വീട് വേണം എന്നൊരു ഡ്രീം ഉണ്ടാവും. ആ ഡ്രീം ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇറ്റ്സ് എ ചോയ്സ്. അവർ കുറച്ച് വലുതിലേക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. ബിക്കോസ് ഡ്രീം ആണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ആ ഡ്രീമിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകും. അപ്പോൾ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ വരുമാനം, നമുക്ക് തിരിച്ചടവും, നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റുമോ നോക്കിയിട്ട് ആ ബഡ്ജറ്റിൻ്റെ ലോജിക് ഉണ്ട്. 30,000 രൂപ വരുമാനമുള്ള കുടുംബമാണെങ്കിൽ ഏറ്റവും, അത് ഞാൻ ഈ പറയുന്നതിൽ എല്ലാവരും തമ്പ് റൂൾസ് ഉണ്ടാവും. ആ തമ്പ് റൂൾസ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാനം വെച്ചുകൊണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് എത്ര വരുമാനമാണെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഈ 30,000 രൂപേൻ്റെ വരുമാനമുള്ളൊരു കുടുംബമാണെങ്കിൽ 30 ലക്ഷം രൂപേൻ്റെ വരെയുള്ള വീടുകൾക്ക് പോകണമെങ്കിൽ തെറ്റില്ല. 20-25 ആയി അത്രയും സേഫായി 30 വരെ പോകണമെങ്കിൽ തെറ്റുണ്ടാവില്ല. റൈറ്റ്. അപ്പോൾ 50,000 രൂപ വരുമാനമുള്ളവർക്കോ 50 ലക്ഷം രൂപ വരെ പോകണമെങ്കിൽ തെറ്റുണ്ടാവില്ല. എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്ര കുറയ്ക്കുക. ക്ലിയർ ആയോ? അതിൻ്റെ മുകളിൽ പോകുമ്പോൾ അത് റെഡ് ഫ്ലാഗാണ്. പോകണ്ടെന്നല്ല, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാം. പക്ഷേ അത് അപ്പോൾ വളരെ സെക്യൂർഡായിട്ടും സെറ്റിൽഡ് ആയിട്ടുമുള്ള 50,000 രൂപ വരുമാനമുള്ളൊരു വീടിന് ഇതിലേക്ക് പോകാം. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എലിജിബിലിറ്റിൻ്റെ കാര്യത്തിൽ സൂചിപ്പിച്ചിട്ടായിരുന്നു, അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പ് ഞാൻ റീകൂപ്പ് ചെയ്യണം. അതായത് ജോലിയുള്ള ആൾക്കാർക്ക് അങ്ങനെ, ഇനി ജോലിയല്ല, അവർക്കൊരു പച്ചക്കറി കച്ചവടം തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ മറ്റേ ഒരു മേസൺ പണിയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ വയറിംഗ് കോൺട്രാക്റ്റാണ്, അല്ലെങ്കിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ, എന്താണെങ്കിലും അവർക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിന് മുമ്പ് 2 കൊല്ലമായിട്ട് ഏകദേശം വരുമാനം 30,000 രൂപ ഉണ്ടെങ്കിൽ ആ 30,000 രൂപ കണക്കാക്കിയിട്ട് ഒരു ITR ഫയൽ ചെയ്യുക. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർ ഫയൽ ചെയ്യുക. അപ്പോൾ ആ ഫയൽ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് എമൗണ്ട് ഒക്കെ പറയുമ്പോൾ നമ്മൾ വെറുതെ പോയി ITR ഫയൽ ചെയ്യാൻ പറഞ്ഞാൽ പോരാ. ഇപ്പോൾ ITR ഫയൽ ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് പേടിയുണ്ട്, ഇൻകം ടാക്സ് എന്തെങ്കിലും കടലാസ് വരുമോ, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഒരു വലിയ ബേർഡൻ ഒന്നാവില്ല. ITR എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺസിനേ ഉള്ളൂ. നമ്മൾ ആ ഇത്ര രൂപ വരുമാനം ഉണ്ട് ഡിക്ലെയർ ചെയ്യുന്നത് ടാക്സ് ആവും. അതിന് ടാക്സ് ഒരു ടാക്സും വരില്ല. 3,60,000 രൂപയ്ക്ക് ഒരു ടാക്സും വരില്ല. അതായത് 30,000 ഇൻറ്റു 12 മാസം എന്ന് പറഞ്ഞാൽ അത്രയും 3,60,000 രൂപ ഒരു കൊല്ലത്തിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണം, ITR ആണ് ചെയ്യണം. അപ്പോൾ അവിടെ ചെയ്യാനുള്ള ഒരു 10,000 ഫീസ് എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് വരാനില്ല. അങ്ങനെയുള്ള ITR. ഇനി ആ ITR നമ്മൾ 2 കൊല്ലത്തെ ഒരുമിച്ച് അടയ്ക്കാം, ഒരുമിച്ച് ITR ഫയൽ ചെയ്യാം. പിന്നെ 1 കൊല്ലത്തെ അടുത്ത കൊല്ലം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 3 കൊല്ലത്തെ ഉണ്ടെങ്കിൽ എല്ലാ നാഷണലൈസ് ബാങ്കിൽ നിന്ന് നമുക്ക് 7% ലോണിന് 7% പൈസയ്ക്ക് ഇതേ നേരത്തെ പറഞ്ഞ ലോൺ എമൗണ്ട് കിട്ടും. ക്ലിയർ ആയോ സംഗതി? അപ്പോൾ അത്
കിട്ടാൻ വേണ്ടിയിട്ട് ഈ ITR ആണ് വേണ്ടത്. ഈ ITRനോടൊപ്പം ഇത്ര ദിവസം നമ്മൾ പൈസ കയ്യിലാണ് വാങ്ങിയത്. നമുക്ക് മീൻ കച്ചവടമാണ് നോക്കി അല്ലെങ്കിൽ പച്ചക്കറി കച്ചവടം, നമ്മുടെ കയ്യിൽ പൈസ വേണം, കയ്യിൽ കൊടുക്കുമ്പോൾ ഒരു ബാങ്ക് റെക്കോർഡ്സ് ഇല്ലെങ്കിലും ഇന്ന് മുതൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് മുതലുള്ള പൈസകൾ മുഴുവൻ കഴിവതും 99% പറ്റാവുന്ന മുഴുവൻ, ബിക്കോസ് പഴയ കാലമൊന്നുമല്ല, എല്ലാ ആൾക്കാരും മറ്റേ GPayയും അല്ലെങ്കിൽ അതുപോലുള്ള UPI പേയ്മെൻറ്റും ഒക്കെ നടത്താൻ അറിയുന്ന ആളുകളും അതിൽ കൂടെ കൊണ്ടുവരിക. ബിക്കോസ് നമ്മൾ അതിൽ കൂടെ ആളുകളെ റൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം മാത്രമല്ല രക്ഷപ്പെടുന്നത്, അവരെല്ലാവരും ജീവിതം രക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ ആക്കി എല്ലാവരും റൂട്ട് ചെയ്ത് 6 മാസത്തെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ നാഷണലൈസ് ബാങ്കിൽ നിന്നും ക്യൂ നിൽക്കുകയാണ്. എത്രയായി? 7% ഇൻട്രസ്റ്റ് തരാൻ പ്രോപ്പറായിട്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എലിജിബിലിറ്റി ആയി, ബഡ്ജറ്റായി. അടുത്തത് ഒരു ഇമ്പോർട്ടൻസ്, ഒരു പേയ്മെൻറ്റ് ഷെഡ്യൂൾ. ഒരു വീട് കിട്ടുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഷെഡ്യൂളിന് എന്താ ഇമ്പോർട്ടൻസ്? തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടില്ല. നമ്മളിപ്പോൾ 25 ലക്ഷം രൂപയുടെ വീടാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ 30 ലക്ഷം രൂപയുടെ വീടാണ് നിൽക്കുക. ഈ 30 ലക്ഷം രൂപയുടെ വീടിന് ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ നിന്ന് 20% നമ്മൾ എടുക്കണം, ബാക്കി ബാങ്ക് എന്നാണ് തരുന്നതായിരിക്കും. അപ്പോൾ അത്രയായി? നമ്മുടെ കയ്യിൽ നിന്ന് 6 ലക്ഷം രൂപ നമ്മൾ എടുക്കണം, ബാക്കി 24 ലക്ഷം രൂപ ബാങ്ക് ലോണാണ്. റൈറ്റ്? അങ്ങനത്തെ ഒരു കേസിൽ നമ്മുടെ 6 ലക്ഷം രൂപ ഇപ്പോൾ കയ്യിലുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് ഒരുമിച്ച് ആദ്യം കൊണ്ടുവരാം. ബാക്കി ബാങ്കിൽ നിന്ന് എപ്പോഴാണ് കിട്ടുക? ആദ്യത്തെ ഫൗണ്ടേഷൻ കഴിയുമ്പോൾ ഇത്ര രൂപ കിട്ടും. അടുത്തത് ഇന്ന സ്റ്റേജിൽ ഇത്ര, സ്ഥലം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇത്ര. അതായത് സാധാരണ രീതിയിൽ 80% ആണ് ലോണെങ്കിൽ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ, സ്ഥലം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം രൂപേൻ്റെ സ്ഥലമാണെങ്കിൽ സ്ഥലം രജിസ്റ്റർ ചെയ്യുമ്പോഴും 80% ബാങ്കിൽ നിന്ന് തരും, ബാക്കി 20% നമ്മുടെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ക്ലിയർ ആയോ? അതേപോലെ ഓരോ സ്റ്റേജിലേക്കും 80% ബാങ്കിൽ തരും, നമ്മൾ 20%. ഇങ്ങനെയാണ് വരിക. പക്ഷേ എന്നാലും നമ്മളെപ്പോഴും ഐഡിയലി പറയുക, നമ്മുടെ 6 ലക്ഷം രൂപ കോൺട്രിബ്യൂഷൻ്റെ അത് ആദ്യം തന്നെ ജനറേറ്റ് ചെയ്യണം. ഇനി ഇല്ല 2 മാസം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ആളുള്ളെങ്കിൽ അതിനനുസരിച്ച് ഒരു പേയ്മെൻറ്റ് ഷെഡ്യൂൾ നമ്മൾ തന്നെ ഉണ്ടാക്കി ആ പേയ്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരം സ്മൂത്തായിട്ട് വർക്ക് പോകുമെന്ന് ഒരു എക്സൽ ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലെങ്കിലും എഴുതി വെച്ച് നമ്മൾ ഉറപ്പിക്കണം. അതാണ് പേയ്മെൻറ്റ്. അപ്പോൾ അതായത് എന്താണെന്ന് പറഞ്ഞാൽ ഈ പേയ്മെൻറ്റ് ഷെഡ്യൂൾ ക്ലിയർ അല്ലെങ്കിൽ പൈസ ബാങ്കിൽ നിന്ന് കിട്ടുമോ, എവിടെ നിന്നാണ് കിട്ടുക, അത് ഏതൊക്കെ സ്റ്റേജിൽ 5 സ്റ്റേജിലാണ് ബാങ്കിൽ നിന്ന് കിട്ടുക, ആ ഡേറ്റും ടൈമും സുമാർ നമ്മൾ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പൈസ കിട്ടാതെ കോൺട്രാക്ടർക്കോ അല്ലെങ്കിൽ വർക്കേഴ്സിനോ അല്ലെങ്കിൽ സപ്ലൈസിനോ കൊടുക്കാൻ പറ്റാതെ ജാമായാൽ ഇൻഡയറക്റ്റ്ലി നമ്മൾ വിചാരിക്കും നമ്മൾ പൈസ ഒരാഴ്ച കഴിഞ്ഞാൽ കൊടുക്കാം. പക്ഷേ സത്യത്തിൽ ഒരാഴ്ച കഴിഞ്ഞ് കൊടുക്കുമ്പോൾ ആ വെൻഡേഴ്സ് മുഴുവൻ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടാവും. വെൻഡേഴ്സ് ഡിസ്റ്റർബ്ഡ് ആവുന്നതിന് അപ്പുറം വർക്ക് നമ്മുടെ സ്ലോ ആവും. വർക്ക് സ്ലോ ആയാൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കൊല്ലത്തിലൊരു 12 മുതൽ 15% വരെ ഇൻഫ്ലേഷൻ ഉണ്ടാവും. പിന്നെ നമ്മളൊരു വീട് കെട്ടാൻ തീരുമാനിച്ചാൽ എത്രയും വേഗം ഏർലിയർ ദ ബെസ്റ്റ്. അത് നമുക്ക് അത്യാവശ്യമാണെങ്കിൽ, വലിയ വീട് ലക്ഷറിയാണ്, ചെറിയ വീടാണെങ്കിൽ അത് അസറ്റാണ്, ലയബിലിറ്റി അല്ല. അപ്പോൾ ചെറിയ വീടാണെങ്കിൽ എത്രയും വേഗം നമുക്ക് വീട് വേണമെങ്കിൽ ഏർലിയർ ദ ബെസ്റ്റ് എന്നുള്ളതാണ് ഓപ്ഷൻ. എന്താ കാരണം പറഞ്ഞാൽ നമുക്ക് വെറും 7% ഇൻട്രസ്റ്റേ വരുള്ളൂ ബാങ്കിൽ നിന്ന്. അതേസമയം നമുക്കറിയാം വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ, പ്രൈസിങ്ങിൻ്റെ ഇൻഫ്ലേഷൻ എപ്പോഴും ഒരു 12 മുതൽ 15% വരെ 18% വരെ എല്ലാ കൊല്ലവും സംഭവിക്കലുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് ഏർലിയർ ദ ബെസ്റ്റ് തന്നെയാണ്. റൈറ്റ്? അപ്പോൾ നമ്മൾ ആ പോയിന്റ് കഴിഞ്ഞു. അടുത്ത പേയ്മെൻറ്റ് ഷെഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻസ് കഴിഞ്ഞു. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് കൺസൾട്ടൻറ്റ് വിസിറ്റാണ്. ഈ നമ്മളൊരു വീട് കെട്ടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഈ പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കൺസൾട്ടൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യും. ആരൊക്കെയാണ് കൺസൾട്ടൻ്റായിട്ട് വരിക? ഡ്രാഫ്റ്റ്സ്മാനോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റോ. അത് കഴിഞ്ഞാൽ കോർഡിനേറ്റർ ഉണ്ടാവും, ഒരു PMC, ഒരു പ്രോജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു സൈറ്റ് എഞ്ചിനീയർ. പിന്നെ കുറേ MEP വരയ്ക്കുന്ന ആളുകൾ, സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ്, അവരൊക്കെ ഉണ്ട്. അവരൊന്നും സൈറ്റിലേക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആവശ്യമുണ്ടെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ. പക്ഷേ PMC, പ്രോജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്, അതിൻ്റെ പ്രോജക്ട് മാനേജറും സൈറ്റ് എഞ്ചിനീയറും ഈ 2 ആൾക്കാർ സൈറ്റിൽ വരണം. എന്തിനറിയോ? ബിക്കോസ് അപ്പോഴേ അറിയുള്ളൂ നമ്മുടെ ആ സ്ഥലത്തിൻ്റെ ഒരു 50 മീറ്റർ റേഡിയസിൽ അവിടെ വല്ല കുഴികളുണ്ടോ, അല്ലെ പാടമാണോ, വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണോ, വെള്ളം മുങ്ങുന്ന സ്ഥലമാണോ, അതോ വെള്ളം ഇല്ലാത്ത പാറയാണോ, ഹൈറ്റുള്ള സ്ഥലമാണോ. അപ്പോൾ ആ ഫൗണ്ടേഷനെ കുറച്ച് മതി. അല്ല ഹൈറ്റുള്ള നല്ല വെള്ളം വരുന്ന സ്ഥലമാണെങ്കിൽ കുറച്ച് നന്നായിട്ട് ഫൗണ്ടേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നേരിൽ വന്നിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ സ്ഥലം ടെറൈനാണോ, ഗ്രൗണ്ട് ലെവൽ എത്രയാണോ ഉള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ആധാരത്തിലെ ഒരു പട്ടിക ഉണ്ടാവുമല്ലോ, ആ പട്ടിക കറക്റ്റാണോ, അവിടെ ഫിസിക്കലി കല്ലൊക്കെ ഉണ്ടോ. ബിക്കോസ് അല്ലെങ്കിൽ എന്താണ് പറയുക, നമ്മളൊരു പ്ലാൻ വരയ്ക്കും, പ്ലാൻ വെച്ച് സെറ്റ് ഔട്ട് ചെയ്ത് കെട്ടി കഴിയുമ്പോൾ അടുത്ത ഒരു ബൗണ്ടറിക്ക് വല്ലതും പോയി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീഷൻ കിട്ടില്ല. തലവേദനകൾ ഒഴിവാക്കാൻ വളരെ സിസ്റ്റമൈസ്ഡും സ്റ്റാൻഡേർഡൈസ്ഡും ആവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് പറയുക, ഇത് നമുക്ക് ഇതെല്ലാം നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് വയ്ക്കണം. ക്ലിയർ ആയോ സംഗതി? അപ്പോൾ എന്തിനാണ് സൈറ്റ് വിസിറ്റ്, കൺസൾട്ടൻറ്റ് സൈറ്റ് വിസിറ്റിന് വരുന്ന ഏകദേശം ക്ലിയർ ആയല്ലോ. അതേപോലെ തന്നെ സൈറ്റ് വിസിറ്റിന് വരുമ്പോൾ ഈ പ്ലോട്ടിൻ്റെ ബൗണ്ടറികൾ ഫിക്സ് ചെയ്യുന്ന പോലെ തന്നെ ഈ ആ സ്ഥലത്തിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റണം. ആ ബെഞ്ച് മാർക്ക് എന്നായിരിക്കും പിന്നീടുള്ള ഫ്രണ്ട് ലെവൽ, ഫ്ലോർ ലെവൽ, എല്ലാ സാധനം, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഇനി ഇത് കഴിയുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ എന്തിനാണ് സൈറ്റിൽ കൺസൾട്ടൻസ് വരുന്നതെന്നുള്ളത് ഉറപ്പായി. അപ്പോൾ അവിടെ വരുമ്പോൾ എന്താവും, എവിടെ കറണ്ട് എടുക്കുക, എവിടെ ഗേറ്റ് വയ്ക്കുക, എവിടെ ഗേറ്റ് വെച്ചാൽ വണ്ടി തിരിയും, ഇതൊക്കെ ആ കൺസൾട്ടൻറ്റ് PMCക്കും സൈറ്റ് എഞ്ചിനീയർക്കും ഇങ്ങനത്തെ കുറേ റിലവൻ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ചെക്ക് ലിസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയും. അങ്ങനത്തെ കുറേ ഡോക്യുമെൻറ്റ് ഞാൻ അതൊന്നും പറഞ്ഞിട്ട് ആ ഡ്രൈ ഏരിയ പറഞ്ഞിട്ട് സമയം കളഞ്ഞില്ല. സുമാർ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ ഞാൻ അപ്പുറത്ത് സ്കിപ്പ് ചെയ്ത് പോവാണ്, അല്ലെങ്കിൽ ഇത് വളരെ ലോങ് വീഡിയോ ആവും, അത്രയും ഡീറ്റെയിൽ ഉള്ളതുകൊണ്ട്. അടുത്ത അതേപോലെ തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ ഉണ്ടാക്കേണ്ടത് നമുക്ക് അടുത്തത് ഒരു സ്കീമിങ്. ഇതും സൈറ്റ് എഞ്ചിനീയർ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു സ്കീമിങ് ഉണ്ടാക്കുകയാണ്. ഇവിടെ നമുക്ക് സാറേ ഇന്ന അവിടെ ഗേറ്റ് വെച്ചിട്ട് ഇന്ന രീതിയിലുള്ള എത്ര സ്ക്വയർ ഫീറ്റ് വീട് ഇന്ന ഹൈറ്റിൽ ചെയ്താൽ മുന്നോട്ട് പോയില്ലേ മാഡം അല്ലേ സാർ. അപ്പോൾ അവിടെ സ്കീം പ്ലാൻ ചെയ്ത് ഗേറ്റ് അവിടെ വെക്കണം, എത്ര സ്ക്വയർ ഫീറ്റ് വീട് വേണം, സുമാർ എത്ര ഫ്ലോർ വേണം, ഏത് ആ സുമാർ എത്ര ബഡ്ജറ്റ് ആവും, ഇതൊക്കെ സുമാർ അവിടെ നിന്ന് അവർക്കും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും നമുക്ക്. അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് സുമാർ അവിടെ നിന്ന് ഒരു സ്കീമിങ് മനസ്സിൽ ക്ലയൻറ്റും സെറ്റ് ചെയ്തു,
ഈ സൈറ്റ് എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ PMC സെറ്റ് ചെയ്തു. അതാണ് ഈ സ്കീമിംഗ് എന്ന് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞ സ്കീമിംഗ് എന്നുള്ള വലിയ ഹെഡിൻ്റെ ഇടയിലുള്ള ഒരു സ്കീമിംഗ് എന്നുള്ള സ്റ്റേജ്. ഇനി അടുത്തത് ഈ സ്കീമിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം ഈ സ്കീമിംഗ് പറയുമ്പോൾ നമ്മുടെ ക്ലയൻസിനും ഒരു ഗ്രേ ഏരിയയിൽ നല്ല ഐഡിയ കിട്ടും. റൈറ്റ്? ആ ഐഡിയ കിട്ടിയിട്ട് ക്ലയൻസിനും കിട്ടി, ക്ലയൻസിനെ കുറിച്ചുള്ള അവരുടെ ബഡ്ജറ്റും അവരുടെ ഐഡിയ ഈ എഞ്ചിനീയറും കിട്ടി. എന്നിട്ട് ഇവർ രണ്ടാളും 2-3 ദിവസത്തിനുള്ള അല്ലെങ്കിൽ അന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഇവരുടെ വീട്ടിലുള്ള ബാക്കിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മെമ്പേഴ്സും, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള മുഴുവൻ മക്കളും കുട്ടികളും അല്ലെങ്കിൽ ഹസ്ബൻഡും ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരുമായിട്ട് ആ വീട്ടിൽ താമസിക്കാൻ സാധ്യതയുള്ള എല്ലാ ആളുകളുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്തി ടാപ്പ് മുതൽ എല്ലാ കാര്യങ്ങളിലും എവിടെയൊക്കെ വേണം അല്ലെങ്കിൽ സൈസ് എന്ത് വേണം എന്നെല്ലാം ഡിസ്കഷൻ നടത്തി ഒരു നോട്ടാക്കി വയ്ക്കുക. ആ നോട്ടാക്കി വയ്ക്കുമ്പോൾ ഈ സൈറ്റ് വിസിറ്റിന് കൺസൾട്ടൻസ് വരുമ്പോൾ തന്നെ റിക്വയർമെൻറ്റ് ഷീറ്റ് കൊണ്ടുള്ള ഒരു ഷീറ്റ് അവരുടെ അടുത്ത് വാങ്ങിക്കുക. വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഐഡിയ കിട്ടും. ആ ഐഡിയ പ്രകാരം ഈ റിക്വയർമെൻറ്റ് ഷീറ്റിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് ബെഡ്റൂം, ഇത്ര സ്ക്വയർ ഫീറ്റ് കിച്ചൺ, ഇത്ര സ്ക്വയർ ഫീറ്റ് മറ്റേ ഡൈനിങ് ഹാള്, ഇത്ര സ്ക്വയർ ഫീറ്റ് ആയിരിക്കാം ബാത്റൂം അല്ലെങ്കിൽ വാഷ്റൂം, ഇത്ര സ്ക്വയർ ഫീറ്റ് ആയിരിക്കും അതിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്തിട്ട് ഈ റിക്വയർമെൻറ്റ് ഷീറ്റ് വീട്ടിൽ നിന്ന് തന്നെ ഫില്ല് ചെയ്തിട്ട് അടുത്ത ക്ലയൻറ്റും ഈ കൺസൾട്ടൻറ്റും തമ്മിലുള്ള മീറ്റിംഗ് വരുമ്പോൾ ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഈ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്, ഈ റിക്വയർമെൻറ്റ് ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യണമെന്നെല്ലാം തമ്മിൽ ഡിസ്കസ് ചെയ്ത് ആ വീട്ടിൽ നിന്ന് ഫില്ല് ചെയ്തിട്ട് വരുന്ന റിക്വയർമെൻറ്റ് ഷീറ്റിൽ ചെറിയ വലിയ വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ ഓരോ ബെഡ്റൂം ഇത്ര സൈസ്, ഇത്ര ഇൻറ്റു ഇത്ര സ്ക്വയർ ഫീറ്റ് ഇത്ര, ഡൈനിങ് ഹാൾ ഇത്ര ഇൻറ്റു ഇത്ര സ്ക്വയർ ഫീറ്റ് ഇത്ര, കിച്ചൺ ഇത്ര ഇൻറ്റു ഇത്ര സ്ക്വയർ ഫീറ്റ് ഇത്ര, വാഷ്റൂം ഇത്ര ഇൻറ്റു ഇത്ര, സിറ്റ് ഔട്ട്, ബാൽക്കണി, ഇതെല്ലാം എഴുതുമ്പോൾ നമ്മൾക്കൊരു സ്ക്വയർ ഫീറ്റ് കിട്ടും. ആ സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു 15 മുതൽ 20% വരെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും വീടിൻ്റെ പ്ലിന്ത് ഏരിയ കിട്ടുക. ബിക്കോസ് നമ്മൾ ആ എഴുതുന്നത് കാർപ്പറ്റ് ഏരിയയാണ്, റൂമിൻ്റെ അകത്തെ സൈസ് അല്ലേ. അതിൽ ചുമരും കൂടി നിൽക്കുമ്പോൾ ഒരു 15 മുതൽ 20% വരെ ഡിപ്പെൻഡിങ് അപ്പോൾ വലിയ വീടുകളാണെങ്കിൽ 15% നിൽക്കും, കുറച്ച് ചെറിയ വീടുകളാണെങ്കിൽ 20% വന്നേക്കും. അതായിരിക്കും പ്ലിന്ത് ഏരിയ കിട്ടുക. ദാറ്റ് മീൻസ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു 1600 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന് ചിലപ്പോൾ കാർപ്പറ്റ് ഏരിയ അടക്കുമ്പോൾ 1200 സ്ക്വയർ ഫീറ്റ് ആണ് ഇവരുടെ റിക്വയർമെൻറ്റ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പ്ലിന്ത് ഏരിയ വരുമ്പോൾ 2000 വരെ അയക്കാമെന്നർത്ഥം. ഡിപ്പെൻസ് അപ്പോൺ പ്ലാൻ ടു പ്ലാൻ. അതായത് ക്ലിയർ ആയോ? അങ്ങനെ റിക്വയർമെൻറ്റ് ഷീറ്റും എഴുതി അടുത്ത ഈ ക്ലയൻറ്റും ഈ എഞ്ചിനീയേഴ്സ് തമ്മിലുള്ള മീറ്റിംഗ് റിക്വയർമെൻറ്റ് ഷീറ്റ് എഴുതി. അപ്പോൾ റിക്വയർമെൻറ്റ് ഷീറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ബിക്കോസ് ഇതൊന്നുമില്ല, നമ്മൾ ക്ലാരിറ്റി വരുത്തണം. അല്ലെങ്കിൽ എന്താണ് പറഞ്ഞാൽ റിവിഷൻസ് ഇന്നൊന്ന് പറയും നാളെ ഒന്ന് പറയും. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരു വീട് പ്ലാൻ ചെയ്യും, പിന്നെ അത് ചെയ്ത് വരുമ്പോഴേക്ക് വേറൊരു വീടായി മാറും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര ഈ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നിങ്ങളെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ അവസ്ഥയിൽ. ഇതൊക്കെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഗൈഡ് ചെയ്തെടുത്ത് ഉണ്ടാക്കിയെടുത്തുള്ള സ്ട്രക്ചർ ഡീറ്റെയിൽസും പ്ലാൻസ്. അടുത്തത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സിറ്റിംഗ് പറയുന്നത് സ്പെസിഫിക്കേഷൻ. ഇപ്പോൾ ആദ്യം വീട് ഇങ്ങനെ ചിന്തിച്ചു, അത് കഴിഞ്ഞപ്പോൾ വീട് എങ്ങനെ വേണമെന്ന് സൈസൊക്കെ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ഇനി സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ എന്താണ്? അതായത് ബ്രാൻഡിലേക്ക് പോകില്ല, അത് ഇത് കഴിഞ്ഞിട്ട് വരും. സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ എന്താണ്, കരിങ്കല്ലിലാണോ ഫൗണ്ടേഷൻ കെട്ടുന്നത്, കോളത്തിലാണോ ഫൗണ്ടേഷൻ കെട്ടുന്നത്, അതൊരു സ്പെസിഫിക്കേഷൻ്റെ പാർട്ടാണ്. റൈറ്റ്? അതേപോലെ ഉള്ളിൽ തറയിൽ നിറയ്ക്കേണ്ടത് മണ്ണാണോ അതോ റെഡ് എർത്താണോ നിറയ്ക്കേണ്ടത് അതോ പാറപ്പൊടിയാണോ നിറയ്ക്കേണ്ടത്, അതേപോലെ ചുമര് കെട്ടുന്നത് സോളിഡ് ബ്ലോക്കിലാണോ ചെയ്യേണ്ടത് അതോ കോൺക്രീറ്റ് ആണോ ചെയ്യേണ്ടത് അതോ ഇഷ്ടിയിലാണോ ചെയ്യേണ്ടത്, ഇത് സ്പെസിഫിക്കേഷൻ. പ്ലാസ്റ്റർ ചെയ്യണോ നമുക്ക് അതോ ജിപ്സം ചെയ്യണോ അതോ പ്ലാസ്റ്റിക് തിക്ക്, അതാണ് ഈ സ്പെസിഫിക്കേഷൻ വരുന്ന സാധനം. അതേപോലെ മറ്റേ ലിൻഡലിൻ്റെ ലെങ്ത് എത്ര വേണം അല്ലെങ്കിൽ കവറേജ് എത്ര വേണം, അത് സ്പെസിഫിക്കേഷൻ. ഡോർ എത്ര വേണം, വീതി, സിംഗിൾ ഡോറാണോ ഡബിൾ ഡോറാണോ, അതേപോലെ എത്ര ടാപ്പ് പോയിൻറ്റ്സ്, ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സ്പെസിഫിക്. കളർ എന്തായിരിക്കണം, ഉള്ളത്തെ ഗ്രാനൈറ്റ് സ്റ്റാബ് വേണോ കിച്ചണിൽ, ഇതൊക്കെയാണ് ഈ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനത്തിൽ പെടുന്ന കാര്യങ്ങൾ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റൈറ്റ്? ബ്രാൻഡ് ഉണ്ടാവില്ല, പക്ഷേ എന്തും കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഒപ്പം ആ സ്പെസിഫിക്കേഷനോട് കണക്റ്റഡ് ആയിരിക്കും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പോയിൻറ്റ്സ്. അതായത് കാർ പോർ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ എൻഡ് ടു എൻഡ് പറയാം, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ടു എൻഡ് പറയാം, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. കാല് തുടയ്ക്കുന്ന ചവിട്ടി തിരുമ്പുടെ കല്ലിൻ്റെ അവിടെ ടാപ്പ് ഉണ്ടെങ്കിൽ, അതായത് പുറത്ത് അലക്കുന്ന അവിടെ ടാപ്പ് ഉണ്ടെങ്കിൽ ആ ടാപ്പ് മുതൽ ബാത്റൂമിൽ എത്ര ടാപ്പ് വേണം, അല്ലെങ്കിൽ വാഷ്റൂമിൽ എത്ര ടാപ്പ് വേണം, വാഷ്റൂമിൽ എത്ര ലൈറ്റ് വേണം, മിറർ ലൈറ്റ് വേണോ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു ഇലക്ട്രിക്കൽ പോയിൻറ്റ്സിൻ്റെ ഈ സ്പെസിഫിക്കേഷൻ്റെ അകത്ത് പെടും. അതേപോലെ കാർ പോർച്ചിൽ ബൈക്ക് കഴുകാനുള്ള ടാപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് വാഷ്റൂമിൽ എത്ര ടാപ്പ് വേണം, കിച്ചണിൽ എത്ര ടാപ്പ് വേണം, മറ്റേ വാഷ് ബേസിനിൽ എത്ര ടാപ്പ് വേണം, അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം പ്ലംബിംഗ് പോയിൻറ്റ്സുകളിൽ പെടും. ഇതൊക്കെ സ്പെസിഫിക്കേഷൻ്റെ ഭാഗമാണ്. പോയിൻറ്റ്സ് ക്ലിയർ ആയോ? റൈറ്റ്? അങ്ങനെ സ്പെസിഫിക്കേഷൻ ഫ്രീ. അപ്പോൾ ഈ സ്പെസിഫിക്കേഷൻ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? പിന്നീട് നമുക്കത് കുത്തിപ്പൊളിക്കേണ്ടതായിട്ട് വരും. ഈ ഭാഗം ഫേസ് ചെയ്തില്ലെങ്കിൽ പിന്നീട് അത് ആവശ്യമായിട്ട് വരും. ആവശ്യമാകുമ്പോൾ കുത്തിപ്പൊളിക്കേണ്ട, ആവശ്യമില്ലാത്ത കുറേ പോയിൻറ്റ്സ് കൊടുത്താലും അത് അതിനെക്കാട്ടി പ്രശ്നം. ബിക്കോസ് കറണ്ടിനൊക്കെ മാസം മിനിമം ചാർജസ് കൂടും ആവശ്യമില്ലാത്ത അവിടെ കൊടുത്താൽ. അപ്പോൾ ആവശ്യം എന്താണോ ഈ സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്തത് ഈ പ്ലോട്ടിൻ്റെ ഡ്രോയിങ്ങും പ്ലോട്ടിൻ്റെ ഷെഡ്യൂളും. അതായത് ഒരു സ്പെസിഫിക്കേഷൻ ഒരാൾക്ക് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലോട്ട് ഉണ്ടല്ലോ, ആ പ്ലോട്ടിൻ്റെ ഡ്രോയിങ്ങും ആ പ്ലോട്ടിൻ്റെ ഷെഡ്യൂൾ വിത്ത് മെഷർമെൻറ്റും ലെവൽസുമാണ്. റൈറ്റ്? അതാരാ എടുക്കുക? അതൊരു സർവേറാണ് എടുക്കുക. എന്തിനാണ് ലെവൽസ് എടുക്കുന്നത്? ആ ലെവൽസ് എടുക്കുമ്പോഴാണ് നമ്മുടെ അവിടുത്തെ ഫ്ലോർ ഹൈറ്റ് എത്രയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവിടുത്തെ ചുറ്റുവട്ടം ഉള്ള സ്ഥലത്ത് ഹൈറ്റ് എത്ര ഉണ്ട്,
എന്താണ് പ്ലോട്ടുകളിൽ വീടുകൾ കെട്ടിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഈ കാറ് കയറുമ്പോൾ എത്ര ഹൈറ്റ് കയറുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ റോഡ് പൊങ്ങാൻ സാധ്യതയുണ്ടോ, വീട് താഴുമെന്നൊക്കെ. ഇത് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ചില സ്ഥലത്തങ്ങളൊക്കെ ബെഞ്ച് മാർക്കൊന്നും ഇല്ലാതെ വീട് കെട്ടിയിട്ടുണ്ടെങ്കിൽ കുറേ അപ്പുറത്തുള്ളവർ വീണ്ടും പൊക്കി, ഇപ്പുറത്തുള്ളവർ വീണ്ടും പൊക്കി, അവസാനം കെട്ടിയ വീട് കുഴിയിലാവും. അല്ലെങ്കിൽ നമ്മുടെ വീട് ഓവർ ഹൈറ്റ് ആയിട്ട് ചിലവ് കൂടും. ഇങ്ങനെയൊന്നും വരാതിരിക്കാനാണ് ഈ ബെഞ്ച് മാർക്കും സ്പെസിഫിക്കേഷനും ഈ മറ്റേ ഡ്രോയിങ്ങിൻ്റെ പ്ലോട്ടിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും. അതുമല്ല, പ്ലോട്ടിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൻ്റെ ഇല്ല, അത് ക്രോസ് ചെക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നേരത്തെ പറഞ്ഞൊരു വീട് വരച്ച് വീട് അവിടെ കൊണ്ട് സെറ്റ് ഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച സൈഡിൻ്റെ സെറ്റ് ബാക്കും സ്പേസും ഒന്നും ഇല്ലാതെ മാറാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ എന്തിനാണ് ഡ്രോയിങ്ങും അതിൻ്റെ മെഷർമെൻറ്റ് ലെവൽസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റേജും സബ് സ്റ്റേജും വളരെ ശ്രദ്ധിക്കേണ്ട അടുത്ത മാറ്റർ. ഒരു വീട് കെട്ടുമ്പോൾ ഒന്നായിട്ടൊരു വീടിൻ്റെ എസ്റ്റിമേറ്റ് തരാൻ പറഞ്ഞാൽ ഒരു വീടിന് ടോട്ടൽ 25 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ആയി അങ്ങനെയല്ല അത് ചെയ്തു പോകേണ്ടത്. അങ്ങനെ ചെയ്തു പോകാനാണ് എളുപ്പം. ബാങ്കിലേക്ക് അടയ്ക്കുമ്പോഴേക്ക് കൊടുക്കാൻ അങ്ങനെ കൊടുത്തിട്ട് ഓരോ സ്റ്റേജിന് സുമാർ ഇത്ര പെർസെൻറ്റ് റിലീസ് ചെയ്ത് വരാനാണ് സാധാരണ പതിവ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ബിക്കോസ് നമ്മൾക്ക് കൃത്യമായിക്കൊണ്ട് നമ്മുടെ വീടിനെ, ബിക്കോസ് ഇതെന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു എഞ്ചിനീയറെ ഏൽപ്പിച്ചു. ആ എഞ്ചിനീയർ ആദ്യം ചിലപ്പോൾ പൈസ അയാൾക്ക് ഇല്ലാതെ ബുദ്ധിമുട്ടും. അപ്പോൾ അയാൾ അഡ്വാൻസ് ചോദിക്കും, നമ്മൾ അഡ്വാൻസ് കൊടുക്കും. ഈ അഡ്വാൻസ് കൊടുക്കുമ്പോൾ ചില എഞ്ചിനീയർ വളരെ ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടാവും. അവർ വർക്ക് ചെയ്യണത് കറക്റ്റ് റൈറ്റ്, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുഴുവൻ വർക്ക് ചെയ്യണ്ടോ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും. അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത് വരാം, അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ അടുത്ത് വരാം. ക്ലയൻസും പേയ്മെൻറ്റ് കൊടുക്കാണ്ട് ബുദ്ധിമുട്ട് വരും. ക്ലയൻസും പേയ്മെൻറ്റ് സമയത്ത് കൊടുത്തില്ല എഞ്ചിനീയർക്ക് ബുദ്ധിമുട്ടാകും. പക്ഷേ അത് പറയുമ്പോൾ മനസ്സിലാക്കി കൊടുക്കാൻ എഞ്ചിനീയർക്ക് പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ അത് റിക്വസ്റ്റും ഭയങ്കരമായിട്ടുള്ളൊരു കോംപ്ലിക്കേഷൻ ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ അവിടെ വരിക. പേയ്മെൻറ്റ് അധികം പെട്ടാൽ എഞ്ചിനീയർ മുങ്ങും, പേയ്മെൻറ്റ് കുറവ് പെട്ടാൽ എഞ്ചിനീയർക്ക് പണിയെടുക്കാൻ പറ്റാതെ ടൈം ഡിലേ ആവും. അപ്പോഴും എന്തായാലും ഇൻഡയറക്ട്ലി ക്ലയൻറ്റ് തോൽക്കും രണ്ടായാലും. അപ്പോൾ അത് രണ്ടും വരാതിരിക്കണമെങ്കിൽ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റേജ് ഞങ്ങൾ എങ്ങനെയാണ്, ഞങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് പ്രകാരം ഞങ്ങളുടെ സിസ്റ്റത്തിലൊക്കെ ഞങ്ങൾ എങ്ങനെ ചെയ്തിരിക്കുക പറഞ്ഞാൽ ഒരു ഫ്ലോർ 14 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഗ്രൗണ്ട് ഫ്ലോർ, പിന്നെ മുകളിലേക്കാണ് ഒരു ഫ്ലോർ വരുന്നെങ്കിൽ 10 സ്റ്റേജ്, താഴത്തേക്കാണെങ്കിലും 10 സ്റ്റേജ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ 100 ഫ്ലോർ കെട്ടുകയാണെങ്കിൽ കണക്കെടുക്കുക. ഞാൻ സുമാർ പറഞ്ഞില്ല, അടിയത്തെ ഗ്രൗണ്ട് ഫ്ലോർ 10 ഫ്ലോർ കെട്ടുകയാണ് കണക്ക് പറയാം. 100 വേണ്ട, കൺഫ്യൂഷൻ ആക്കണ്ട. 10 ഫ്ലോർ കെട്ടുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 14 സ്റ്റേജും, പിന്നെ ഓരോ ഫ്ലോറിലും 10 സ്റ്റേജും. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ 14 സ്റ്റേജ് പ്ലസ് 90, 9 ഫ്ലോറിൽ 90. അപ്പോൾ ഒരു 104 സ്റ്റേജ് ആയിരിക്കും 10 ഫ്ലോറിലൊരു ബിൽഡിങ്ങിൻ്റെ വരിക. അപ്പോൾ നമ്മുടെ വീടുകൾക്ക് സാധാരണ എത്ര വരിക, 2 ഫ്ലോറിലേ വരുള്ളൂ. അപ്പോൾ നമ്മൾ കാണാം ഈ ചുവട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 14 സ്റ്റേജ് വരെ എന്താ കാരണം, ഗ്രൗണ്ട് ഫ്ലോറിൽ മുറ്റം, കോമ്പൗണ്ട് വാൾ, ഗേറ്റ്, അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക്, സമ്പ് അതുപോലുള്ള ഗ്രൗണ്ടിൽ കുഴിച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങളും കൂടി കൂടുന്നത് കൊണ്ടാണ് ഈ 4 സ്റ്റേജ് കൂടുന്നത്. ബാക്കിയെല്ലാം സിമിലർ ആയിട്ടുള്ള സ്റ്റേജസ് ആയതുകൊണ്ടാണ് ഈ 10 സ്റ്റേജ് കൂടുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അകത്ത് സബ് സ്റ്റേജ് ഇട്ടുണ്ടാവും. ആ സബ് സ്റ്റേജിൽ ഓരോ സബ് സ്റ്റേജിലും ഇനി ആ സ്റ്റേജ് എന്തിനാണ് ഫിക്സ് ചെയ്യുന്നത് നമ്മൾ ക്ലിയർ ആയാലും ഹോം ബിൽഡിങ്ങിൽ സബ് സ്റ്റേജ് എന്തിനാണ് ഫിക്സ് ചെയ്യുന്നത്, ഈ ഓരോ സബ് സ്റ്റേജിലും ലേബർ എത്ര ക്വാണ്ടിറ്റി, വർക്ക് എത്ര ക്വാണ്ടിറ്റി, മെറ്റീരിയൽ എത്ര ക്വാണ്ടിറ്റി എന്ന് വേറെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും. റൈറ്റ്? അതിൻ്റെ ഗുണം എവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാനും കൊടുക്കാനും ഒക്കെ പറ്റുന്നതാണ്. ഇതിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എസ്റ്റിമേഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഗുണം പൂർണ്ണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റേജിൻ്റെ ഗുണം മാത്രം ഡിസ്കസ് ചെയ്യാം. റൈറ്റ്? ക്ലിയർ ആയി. ഇനി അടുത്തത് ഞാനത് വളരെ സ്പീഡിൽ പറഞ്ഞുകൊണ്ട് എന്താണ് പറയുന്നത്, കുറേ വലിയ ടോപ്പിക്കാണ്, അതുകൊണ്ടാണ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഫ്ലോർ പ്ലാൻ വിത്ത് ഫർണിച്ചർ ലേഔട്ട്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഒരു വീട് കെട്ടുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഫ്ലോർ പ്ലാൻ വരച്ചിട്ട് ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ റിക്വയർമെൻറ്റ് ഷീറ്റിൽ ഉള്ള സൈസിനനുസരിച്ചായിരിക്കും ഫ്ലോർ പ്ലാൻ കൊടുത്തിട്ടുണ്ടാകും. ഫ്ലോർ പ്ലാൻ വരച്ചിട്ടുണ്ട്. ആ ഫ്ലോർ പ്ലാൻ നമ്മൾ എന്ന് പറയുമ്പോൾ ആ ഫ്ലോർ പ്ലാനിൽ സോഫ എവിടെ ഇടണം, പൂജാ റൂം എവിടെ വയ്ക്കണം, വാഷ് ബേസിൻ എവിടെ വയ്ക്കണം, ബെഡ് എവിടെ ഇടണം, കബോർഡ് എവിടെ വയ്ക്കണം, കമ്പ്യൂട്ടർ ടേബിൾ എവിടെ വയ്ക്കണം, ഇതൊക്കെ മാർഗ്ഗമായിരിക്കും. ഇൻക്ലൂഡിങ് അയൺ ചെയ്യണം, അതായത് തുണി അയൺ ചെയ്യാനുള്ള ടേബിൾ എവിടെ വയ്ക്കണം, ഷൂ റാക്ക് എവിടെ വയ്ക്കണം വരെ മാർഗ്ഗമായിരിക്കണം. റീസൺ എന്താണെന്ന് പറയാം, നമുക്കറിയാം നമ്മുടെ പഴയ വീടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബെഡ് ഇവിടെ ഉണ്ടാവും, ബെഡ് സ്വിച്ച് അപ്പുറത്തുണ്ടാവും. എന്താ റീസൺ അറിയോ? ഫ്ലോർ പ്ലാൻ വരച്ചത് ഒരാളായിരിക്കും, ബെഡ് കൊണ്ട് ഇടാൻ വരച്ചത് വേറെ, ഫർണിച്ചർ ലേഔട്ട് വരച്ചത് വേറെ ആളായിരിക്കും, സ്വിച്ച് വയർ ചെയ്തത് വേറെ ആളായിരിക്കും. അപ്പോൾ എന്തായി, അത് ഉപയോഗത്തിനില്ലാണ്ടായി, വലിയ റൂമുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് റൂമുകൾ വളരെ ചെറുതാണെങ്കിലും പ്രോപ്പർലി വെൽ ഡിസൈൻഡ് ആണെങ്കിൽ ഇതെല്ലാ സൗകര്യമൊക്കെ വളരെ കറക്റ്റായിരിക്കും, ബെഡ് സ്വിച്ച് എല്ലാ കാര്യങ്ങളും. അതിന് ആണ് ഫ്ലോർ പ്ലാൻ ചെയ്യുമ്പോൾ ഫ്ലോർ പ്ലാൻ്റെ അകത്ത് ഫർണിച്ചർ ലേഔട്ട് അതിൻ്റെ അകത്തുണ്ടാകും. അതിൻ്റെ അകത്ത് ആൾക്കാർ പറയും ഇൻറ്റീരിയർ അല്ല ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്, ഇൻറ്റീരിയറിൻ്റെ ഫിക്സ് ചെയ്യുന്ന ഫർണിച്ചറിൻ്റെ ലേഔട്ട് സ്കെയിൽ ആ ഫ്ലോർ പ്ലാൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ബാക്കി സ്ഥലം ഉണ്ടാവും, എങ്ങനെയാണ് ആളുകൾക്ക് ട്രാവൽ ചെയ്യാനുള്ള മൂവ്മെൻറ്റോ എല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാനും കഴിയും. കൺഫ്യൂഷൻസ് കുറയും, ക്ലാരിറ്റി കുറയും. ഇമ്പോർട്ടൻസ് മനസ്സിലായാലോ എന്താണെന്നുള്ളത്. ഫർണിച്ചർ ലേഔട്ടിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായാലോ. പൂജ കബോർഡ് ഇപ്പുറത്ത് വെക്കണമെങ്കിൽ അവിടെ പ്ലഗ് വേണം, വേണ്ടേ? ബെഡ് സ്വിച്ച് ബെഡിൻ്റെ അടുത്തല്ലേ വേണ്ടത്, കബോർഡിൻ്റെ അടുത്ത് ലൈന് വേണ്ടേ? ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കണക്റ്റഡ് ആകാൻ വേണ്ടിയിട്ടാണ് ഫ്ലോർ പ്ലാനിൻ്റെ ഒപ്പം ഫർണിച്ചർ ലേഔട്ടും കൂടി വേണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നതും. അത് അങ്ങനെ ചെയ്യും. ബിക്കോസ് അയൺ ചെയ്യണ സാധനം മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, പ്ലഗ് വേണം, വേണ്ടേ? വാഷിംഗ് മെഷീൻ മാർക്ക് ചെയ്തിട്ട് അവിടെ പ്ലഗ് പോയിന്റ് വേണ്ടേ? ഡിഷ് വാഷ് മാർക്ക് ചെയ്തിട്ട് അവിടെ പ്ലഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആവാനാണ്. അപ്പോൾ ഫർണിച്ചർ ലേഔട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓവൺ അടക്കം മാർക്ക്ഡ് ആയിരിക്കണം പറയാം, എവിടെ വയ്ക്കണം എന്നുള്ളത്. റൈറ്റ്? ഫ്രിഡ്ജ്, ഓവൺ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി വിചാരിക്കും. അത് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് എലിവേഷൻ. നമുക്കറിയാം സാധാരണഗതിയിൽ ഞങ്ങൾ പ്രിഫർ ചെയ്യുക 4 തരത്തിലുള്ള എലിവേഷൻസാണ്. ഒന്ന് കേരള സ്റ്റൈൽ,
ഒന്ന് കണ്ടംപററി, ഒന്ന് കൊളോണിയൽ, ഈ നമ്മളെ യൂറോപ്പിലെ കാണുന്ന പോലെ. പിന്നെ അടുത്തത് ഈ ബീച്ച് വ്യൂ റിസോർട്ട്സിൻ്റെയൊക്കെ പോലെ ബെഡ്റൂമിൻ്റെ വൺ സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഗ്ലാസ് ആയിട്ട്. അതോ ഇതിൻ്റെ ഏതാണ് താല്പര്യം മിക്സും ചെയ്യാം, റൈറ്റ്? ഏത് മിക്സ് വേണമെങ്കിൽ ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്ത്. ആ എലിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ എലിവേഷനാണ് വീട് എങ്ങനെ ഉണ്ടാവും തീരുമാനിക്കുന്നത്. ആ എലിവേഷനോടൊപ്പം ഞങ്ങളൊരു കാര്യം കൂടി സജസ്റ്റ് ചെയ്യുന്നത്, കേരള ക്ലൈമറ്റിൽ മിക്കവാറും 80% വീടുകളും റൂഫ് ഇടും. ഈ റൂഫ് ഇടുന്നത് വീട് ചോർന്നിട്ടൊന്നുമല്ല, എല്ലാ വീടുകളും റൂഫ് ഇടും. മുകളിൽ ആ സ്പേസ് കിട്ടിയൊന്ന്. 2 റൂഫ് ഇട്ട് കഴിഞ്ഞാൽ വീടിൻ്റെ മെയിൻ്റെനൻസ്, ബിക്കോസ് 10 കൊല്ലത്തിൽ ഒരിക്കൽ പെയിൻ്റ് അടിച്ചാൽ മതി വീട്. 10 15 കൊല്ലമാകുമ്പോഴും രണ്ടാമത്തെ പെയിൻ്റ് അടിക്കുമ്പോൾ 15 കൊല്ലമായാലും വീടിന് ഒന്നും സംഭവിക്കില്ല, ബിക്കോസ് വീട് നനയാണ്ടിരുന്ന് കഴിഞ്ഞാൽ. അതേസമയത്ത് വീട് നനയുന്ന വീടാണെങ്കിൽ എത്ര ഗ്യാരൻ്റിയുള്ള പെയിൻ്റ് ആണെങ്കിലും 5-6 കൊല്ലം കഴിയുമ്പോൾ മങ്ങാൻ തുടങ്ങും. പ്രത്യേകിച്ച് കുറച്ച് കളറ് ഡാർക്ക് കളേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ച് മങ്ങാൻ തുടങ്ങും. അതൊന്ന്. 2, വീടിന് ചൂടുണ്ടാവും. വെയിലടിക്കുമ്പോൾ ചൂടുണ്ടാവും, AC കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. സീലിംഗ് കിട്ടാലോ ഈ എലി, ലിസാർഡ് പോലെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി കൂട് കൂട്ടിയാൽ നമുക്ക് തന്നെ ഉപദ്രവമാകും. അതിന് പകരം ആ പൈസ വേണ്ട മുകളിൽ റൂഫ് ഇടാൻ. മുകളിൽ റൂഫ് ഇട്ട് കഴിഞ്ഞാൽ ആ റൂഫ് ഇടും പ്രത്യേകം ശ്രദ്ധിക്കണം. വീട് കെട്ടിക്കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വെൽഡിംഗുകാരനെ വിളിച്ചിട്ട് റൂഫ് ഇടിച്ചാൽ എന്താവും, നേരത്തെ പറഞ്ഞ മാതിരി ഒരു സാധനം ഓർഡറിലുണ്ടാവും, റൈറ്റ്? അപ്പോൾ അതെന്താ വേണ്ടത്, വീട് ആദ്യം എലിവേഷൻ വരയ്ക്കുമ്പോൾ തന്നെ ആ എലിവേഷൻ തന്നെ ആ റൂഫും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര ഹൈ ലുക്കുള്ള എലിവേഷനിലേക്ക് റൂഫ് അടക്കം കൊണ്ടുവരാൻ പറ്റും, റൈറ്റ്? അപ്പോൾ അത് വളരെ വൃത്തിയായിട്ടുണ്ടായാലും നന്നായി ഡീസൻ്റ് ആയിട്ടുണ്ടാവും. വീട് നനയാതിരുന്ന് കഴിഞ്ഞാലോ വീടും ലൈഫ് ഓടും. ചൂട് വെയിലത്തടിക്കാണ്ടിരുന്നാലോ ചൂട് കുറയും. അപ്പോൾ വളരെ നല്ല എക്കണോമിക്കലി വളരെ വയബിളാണ് കേരളത്തിലെ ക്ലൈമറ്റിൻ്റെ റൂഫ്, റൈറ്റ്? അതിൻ്റെ അർത്ഥം വീടിൻ്റെ സ്ലാബോ ബാക്കിയുള്ള സ്റ്റാൻഡേർഡ് കുറയാൻ പാടില്ല. വീട് അത് ആ റൂഫില്ലെങ്കിലും നനയാനും ലീക്കും വരാൻ പാടില്ല, ഒന്നും സംഭവിക്കാൻ പാടില്ല. പക്ഷേ ഇത് അഡീഷണൽ നമുക്ക് ഒരു പ്രൊട്ടക്ഷനാണെന്ന് അർത്ഥം, റൈറ്റ്? അപ്പോൾ അത് കൂടി ഈ എലിവേഷൻ്റെ മാർക്ക് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ പിന്നീട് 1-2 കൊല്ലം കഴിഞ്ഞ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ പൈസ ഉണ്ടെങ്കിൽ ചെയ്യാനോ ഒപ്പം സോളാർ ഇതൊക്കെ കൊണ്ടുവരാനോ എല്ലാം സോളാർ റൂഫിങ്ങിൽ കൊണ്ടുവരാനോ ഒക്കെ അത് വളരെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. മനസ്സിലായല്ലോ എലിവേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്? നമ്മുടെ ഡ്രീം അതാണ് വീട്. അതുപോലെ തന്നെ എലിവേഷനിൽ ഒരു പെയിൻ്റ് ഉണ്ടെങ്കിൽ ആ പെയിൻ്റ് അവിടെ വരാൻ പാടുള്ളൂ. എലിവേഷനിലുള്ളതിനെക്കാട്ടിലും ചുമരൊന്ന് മാറ്റി ചെയ്യാൻ അയക്കരുത്. ചെയ്യാൻ അയക്കുകയാണെങ്കിൽ ആ എലിവേഷൻ മാറ്റി വരയ്ക്കണം. അതല്ലാതെ ചെയ്താൽ നിങ്ങൾ ചിന്തിക്കുന്ന വീട് വേറൊന്നായി മാറാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടെ ഭൂരിഭാഗം ആളുകൾക്ക് സംഭവിക്കുന്നത്. അത് സംഭവിക്കാതിരിക്കാനാണ് എലിവേഷൻ ഇമ്പോർട്ടൻസ് പറയുന്നത്. എലിവേഷൻ വൺസ് ഇറ്റ് ഈസ് ഫ്രീസ്ഡ്, ഒപ്പം ഇനി സൈറ്റിൽ എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ ഒക്കെ പറഞ്ഞു തരാം, ഈ എലിവേഷൻ്റെ ചിത്രം സൈറ്റിലുണ്ടാകും. സോ അവിടെ കളിക്കാൻ വരുന്ന ആളുകൾ മുതൽ, അതായത് മേസന്മാർ മുതൽ എല്ലാ ആളുകൾക്കും നനയ്ക്കാൻ വരുന്നവർ മുതൽ ഈ വീടാണ് ഞങ്ങൾ കെട്ടിപ്പടുക്കണമെന്നുള്ള ഒരു ഡ്രീം അവർ ആ ഡ്രീമിനെ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് അവർക്ക് എല്ലാവർക്കും ബോധ്യം വരുന്ന രീതിയിൽ നമ്മൾ നന്നായി കാണുന്ന രീതിയിലുള്ള എലിവേഷൻ സൈറ്റിൽ എപ്പോഴും വെക്കണം. അതിനുള്ള വരുന്ന 10,000, 2,000, 3,000 നമ്മൾ നോക്കാനേ പാടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർക്ക് അറിയുള്ളൂ. അത് മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ 3,000-ന് 30,000 ചിലവായാലും ആ വീട് നമ്മൾ പ്രതീക്ഷിച്ചമാതിരി അല്ലാതെ വേറെ രൂപത്തിലേക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം എലിവേഷൻ. ക്ലിയർ ആയാലോ എലിവേഷൻ ഇമ്പോർട്ടൻസ്? അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രക്ചറൽ ഡ്രോയിങ്. ഈ എലിവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എലിവേഷനെ നിർത്തണമെങ്കിൽ അതിനെന്താ വേണം? സ്ട്രെങ്ത് വേണം. അതിനെന്താ വേണ്ടത്? സ്ട്രക്ചറൽ ഡ്രോയിങ്. എത്ര സ്റ്റീൽ ഇടണം, എത്ര താഴം കുഴിക്കണം, ഇതൊക്കെ സോയിൽ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടാകുന്ന നേരത്തെ. ആ സോയിൽ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് പ്രകാരം എത്ര കുഴിക്കണം, അത് അവിടെ കരിങ്കല്ലാണോ ഫൗണ്ടേഷൻ നല്ലത്, അതോ മറ്റേ കോളം ഫൗണ്ടേഷനാണോ വേണ്ടത്, അതോ പയൽ ഫൗണ്ടേഷനാണോ വേണ്ടത്, എല്ലാം ഒരു സ്ട്രക്ചറൽ ഡ്രോയിങ് സ്ട്രക്ചറൽ എഞ്ചിനീയർ, അതായത് BE കഴിഞ്ഞ് ME കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരിക്കും ഡിസൈൻ ചെയ്യുക. അത് വലിയ വീടുകളാണെങ്കിൽ ഒരു പിയർ റിവ്യൂ ചെയ്യും, വേറൊരു എഞ്ചിനീയറിൻ്റെ അടുത്ത് ഒന്നും കൂടി കൊടുപ്പിക്കുക. എന്താ വരിക? 5,000-10,000 രൂപ ചിലവ്. അതൊന്നും പ്രോബ്ലം വേണ്ടല്ല, ബിക്കോസ് അത് ഒന്നും കൂടി നോക്കിയാൽ നമുക്ക് ഈ 10,000 രൂപേനെക്കാട്ടിലും സ്റ്റീൽ കുറയാനോ അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അറിയാൻ കഴിയും. വലിയ വീടുകളാണ്. ചെറിയ വീടുകളാണെങ്കിൽ പിയർ റിവ്യൂ വേണ്ട. റീസൺ എന്താണ് പറഞ്ഞാൽ ഒരു 1000-1200 സ്ക്വയർ ഫീറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ വരച്ച് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയർ. ബിക്കോസ് നമ്മുടെയൊക്കെ PMC പ്രോജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ പറഞ്ഞാൽ ഒരു 10 വീടുകൾക്ക് മുകളിൽ ചെയ്തിട്ടുള്ള ആളായിരിക്കും PMC പ്രോജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്. സൈറ്റ് എഞ്ചിനീയർ 5 വീടുകൾക്ക് മുകളിൽ ചെയ്തിട്ടുള്ളത് അവർക്ക് ഡ്രോയിങ് കണ്ടാൽ തന്നെ അറിയും, റീഡ് ചെയ്യാൻ കഴിയും, സുമാർ എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ കഴിയും, ബിക്കോസ് അവർക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ സ്ട്രക്ചർ, അപ്പോൾ ഈ സ്ട്രക്ചറിൽ എന്തിനാണ് വരയ്ക്കാതിരിക്കുന്നത്? പഴയ വീടുകളൊക്കെ സ്ട്രക്ചർ വരയ്ക്കും, ഒന്നും വരയ്ക്കില്ല. അപ്പുറത്തുള്ള 6-ന്റെ കമ്പി ഇടുന്നു, ഞാൻ ഇടുന്നു. അപ്പുറത്തുള്ള 8-ന്റെ കമ്പി ഇടുന്നു, ഞങ്ങൾ ഇടുന്നു. സ്ലാബിൻ്റെ തിക്നസ് അത് എത്രയാണ്? കോൺക്രീറ്റ് മിക്സ് അത് M20 M30 എത്ര ഒരു സാധനം, അത് 4-1 5-1 എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂട്ടിയിട്ട് പഴയ ആൾക്കാർ. അതുകൊണ്ടാണ് ഈ ചില പഴയ വീടുകളിലൊക്കെ ലീക്കുകളോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരാൻ സാധ്യത. അല്ലാണ്ട് സയൻറ്റിഫിക്കലി പ്രൂവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ ഫെയിലിയറിൻ്റെ അംശം വളരെ 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 കുറവായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ആവാനാണ് സ്ട്രക്ചർ ഡ്രോയിങ്. ഓരോ സ്റ്റീലിൻ്റെ തിക്നസ് എത്ര വേണം, അവിടെ ലോഡ് എത്ര ഉണ്ട് ആ വീടിൻ്റെ, ആ ലോഡിനനുസരിച്ച് അവിടെ സ്റ്റീൽ എത്ര വേണം, സിമെൻറ്റ് ഏത് കോൺക്രീറ്റ് വേണം, ഏത് മിക്സ് വേണം, പ്ലാസ്റ്റിങ്ങിന് ഏത് മിക്സ് വേണം, സീലിംഗ് പ്ലാസ്റ്റിങ്ങിന് ഏത് മിക്സ് വേണം, ഇതൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാറ്ററാണ് സ്ട്രക്ചറൽ ഡ്രോയിങ് എന്ന് പറയുന്നത്, റൈറ്റ്? ഇനി അടുത്തത് MEP. MEP പറയുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡ്രോയിങ്. ഇതൊക്കെ പണ്ടുണ്ടായിരുന്നൊന്നുമില്ല. ഒരാൾ സുമാർ കുറ്റിയടിക്കണു കെട്ടണു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിന് എന്താ അതിൻ്റെ ആവശ്യം വരുന്നത് പറഞ്ഞാൽ, പണ്ട് നമ്മളൊക്കെ അറിയാം ഫീസിൻ്റെ ഫീസ് കൊണ്ടൊരു സാധനം ഉണ്ടാവും, അതെടുത്തിട്ട് ഇങ്ങനെ വലിയ കമ്പി കൂട്ടി കെട്ടിയാൽ ഫീസ് പെട്ടെന്ന് പോയാൽ വലിയ കമ്പി കെട്ടിയാൽ മതി, കുറച്ച് നിൽക്കുന്നതൊക്കെയാണ് പണ്ട് പറയുക. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒക്കെ MCBയും ELCB ഒക്കെ ഉള്ള എവിടെയെങ്കിലും ഒരു പോയിന്റ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, എവിടെയും ഷോർട്ടോ എർത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ട്രിപ്പ് ആവുന്ന സിസ്റ്റംസാണുള്ളത്. അതുമല്ല കറണ്ട് ചാർജും ഒക്കെ നല്ല കൂടുന്ന കാലഘട്ടത്തിൽ നമുക്ക് എവിടെയും എർത്തായി പോയി കഴിഞ്ഞാൽ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്, സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ദാറ്റ് മീൻസ് എല്ലാം ഇലക്ട്രിക്. ബിക്കോസ് നമ്മുടെ TVs
TV, നമ്മുടെ വാഷിംഗ് മെഷീൻ, എല്ലാ സാധനവും ഹൈലി ഇലക്ട്രോണിക്കലി കൺട്രോൾഡും വളരെ ലോ ഇലക്ട്രിക്കൽ കൺസംഷനുള്ള ഹൈ എഫിഷ്യൻസി ഉള്ള പ്രോഡക്റ്റാണ് AC, മറ്റേ UPS, എല്ലാ സാധനങ്ങളും. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ടെക്നോളജിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള MEP വേണം. MEP പറഞ്ഞാൽ എന്തൊക്കെയാണ്? മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഡ്രോയിങ്. മെക്കാനിക്കൽ പറഞ്ഞാൽ എന്തൊക്കെയാണ് വരിക? വേസ്റ്റ് മാനേജ്മെൻറ്റ്, സമ്പ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതൊക്കെ മെക്കാനിക്കലിൽ വരും. റൈറ്റ്. വല്ല ലിഫ്റ്റോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കേസിൽ ഉണ്ടാവില്ലല്ലോ. പിന്നെ വല്ല ജനറേറ്റർ വയ്ക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ മെക്കാനിക്കലിൻ്റെ ഒരു പാർട്ട് വരും. പിന്നെ അടുത്ത് ME എന്താണ്? ഇലക്ട്രിക്കൽ ഡ്രോയിങ്. ഇലക്ട്രിക്കൽ ഡ്രോയിങ് പറഞ്ഞാൽ HT എന്ന് വന്ന് LT ആയി ലോ ടെൻഷൻ നമ്മുടെ മീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന അവിടെ നിന്ന് മുതൽ മീറ്റർ ബോക്സ്, DB, ELCB, MCB അതുപോലുള്ള എല്ലാ സാധനങ്ങളും, സ്വിച്ചസ്, ഓരോ പോയിന്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഫർണിച്ചർ ലേഔട്ടും ഫ്ലോർ പ്ലാനും അനുസരിച്ച് എവിടെയൊക്കെ വയർ പോകണം, എവിടെയൊക്കെ സ്വിച്ച്, ഏതൊക്കെ ആംപിയറിലെ സ്വിച്ച് വേണം, ടോട്ടൽ എത്ര ഇലക്ട്രിസിറ്റി വരും, അതിന് സുമാർ എത്ര രൂപ വരാൻ സാധ്യതയുണ്ട്, എത്ര രൂപൻ്റെ മെറ്റീരിയൽ, എത്ര രൂപ ലേബർ, എത്ര ലെങ്ത് പൈപ്പ്, എത്ര ലെങ്ത് വയർ, സുമാർ ഇതെല്ലാം ക്വാണ്ടിറ്റി അടക്കമുള്ളതിനെയാണ് ഇലക്ട്രിക്കൽ എന്ന് പറയാം. പിന്നെ പ്ലംബിംഗ് അടുത്തത്. ടാപ്പ് പോയിന്റ്സ് എവിടേക്കാണ്, EWCൻ്റെ പോയിന്റ്സ് എവിടേക്കാണ്, വാഷ് ബേസിൻ്റെ പോയിന്റ്സ്, അതിൻ്റെ വേസ്റ്റ് പോയിന്റ്സ് എവിടേക്കാണ് വരുന്നത് വരെ ആ വേസ്റ്റ് പോയിന്റ്സിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് മെക്കാനിക്കലായിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഇൻക്ലൂഡിങ് ലെവൽ ഓഫ് സ്വിച്ചസ്, ലെവൽ ഓഫ് ലൈറ്റ്, ലെവൽ ഓഫ് ടാപ്പ്, ലെവൽ ഓഫ് ഷവർ വരെ എല്ലാം അതിൻ്റെ അകത്ത് പ്രീ മാർക്ക്ഡ് ആയിരിക്കും. എത്ര ക്ലിയർ എഞ്ചിനീയർഡ് ആയിരിക്കും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കീപ്പ് ചെയ്ത് സോഫ്റ്റ് കോപ്പി കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞിട്ട് എന്തെങ്കിലും വല്ല ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ വല്ല വാട്ടർ ലീക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് വരാൻ സാധ്യത എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് കറക്റ്റായിട്ട് മാറ്റാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യാനും. ക്ലിയർ ആയ MEPൻ്റെ ആ MEP ഡ്രോയിങ്സിൻ്റെ ഉപയോഗം എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം. റൈറ്റ്. അടുത്തത് ഇതേപോലെ സെക്ഷൻ ഡ്രോയിങ്സ്. ഈ വീട് കെട്ടുമ്പോൾ ഈ വീടിനെ, അതായത് സെക്ഷൻസ് പറഞ്ഞാൽ ഇതിങ്ങനെ ഇടയിൽ വെച്ച് കട്ട് ചെയ്ത പോലെ ആ ഓരോ ഇടയും എങ്ങനെ ഉണ്ടാവുമെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തിക്നെസ്സും ഹൈറ്റും എല്ലാം വെച്ചിട്ട് കാണിക്കുന്നതാണ് സെക്ഷൻ ഡ്രോയിങ്. പ്യൂർലി ടെക്നിക്കലാണ്, ഞാൻ എൻ്റെ ആദ്യം കിടക്കില്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സെക്ഷൻ ഡ്രോയിങ്സ് പറയണമെന്ന് മാത്രം. ഇതൊക്കെ നമ്മളൊരു വീട് കെട്ടുമ്പോൾ ഒരു SOP, നമ്മുടെ വീടിൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. ഒരു ഫയൽ നിങ്ങൾക്കൊരു എഞ്ചിനീയർ തരുമ്പോൾ അതിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കി ഒരു 2-3 മണിക്കൂർ നിങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടി ചിലവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന, ഇതൊക്കെ സിമ്പിൾ ലോജിക്കാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് എഞ്ചിനീയേഴ്സ് ആയിരിക്കാം, പക്ഷേ ഇതൊക്കെ ആളുകൾക്ക്, സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് ആക്കിയിട്ടായിരിക്കും SOP ഉണ്ടാവുക. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ പിന്നെ ഈ വീട് കെട്ടുന്നത് ഒരു മഹാ റിസ്ക് ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. നമുക്കത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഏത് ഭാഗത്ത് വേണേൽ കട്ട് ചെയ്യാനും എന്ത് വേണേൽ ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും ഈസി ആവാനാണ് ഈ ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് സ്കീമിലേക്ക് വരുന്നത്. ക്ലിയർ ആയോ? അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് സെക്ഷൻ ഡ്രോയിങ്സ് മനസ്സിലായി. അടുത്തത് വർക്കിംഗ് ഡ്രോയിങ്സ്. വർക്കിംഗ് ഡ്രോയിങ്സ് പറഞ്ഞാൽ ഓരോ സ്റ്റേജ് എങ്ങനെയാണ് ആദ്യം സെറ്റ് ഔട്ട് വീടിൻ്റെ സ്ഥലത്ത്, ഈ വീടിന് ആ സ്ഥലത്തിൻ്റെ പുറത്ത് അധികല്ലുണ്ടാവുമല്ലോ, 4-5 കല്ലുണ്ട്. ആ കല്ലിൻ്റെ ഉള്ളിൽ ഇതിനെ കുറ്റി അടിച്ച് സെറ്റ് ഔട്ട് ചെയ്യുന്ന, കുറ്റി അടിക്കുക എന്ന് പറയില്ല നമ്മൾ പഴയ ഇതിൽ, അതാണ് സെറ്റ് ഔട്ടിങ് പറയുന്നത്. അപ്പോൾ അത് കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം വീടിൻ്റെ സെറ്റ് ബാക്ക് കറക്റ്റ് ആണോ എന്താണ്. അതാണ് ഈ സെറ്റ് ഔട്ട് ഡ്രോയിങ്സ്. അത് വർക്കിംഗ് ഡ്രോയിങ്സ് പറഞ്ഞാൽ സെറ്റ് ഔട്ട് ഡ്രോയിങ്സ്. അത് കഴിഞ്ഞാൽ ഫ്ലോർ ഹൈറ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ ഫസ്റ്റ് ഫ്ലോർ, അതിനെയാണ് വർക്കിംഗ് ഡ്രോയിങ്സ് പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും ഈ വർക്കിംഗ് ഡ്രോയിങ്ങിനനുസരിച്ചാണ് ആ വർക്കുകൾ മുന്നോട്ട് പോകുക. അതാണ് വർക്കിംഗ് ഡ്രോയിങ്. സെക്ഷൻ ഡ്രോയിങ് എന്താണെന്ന് മനസ്സിലായി, വർക്കിംഗ് ഡ്രോയിങ് എന്താണെന്ന് മനസ്സിലായി. അടുത്തത് സെറ്റ് ഔട്ട് ഡ്രോയിങ്സ്. അതും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ലിങ്ക് ചെയ്യുന്നത്. സെറ്റ് ഔട്ട് ചെയ്യുന്ന മുമ്പ് എന്തൊക്കെ അളക്കണം, എന്തൊക്കെ നോക്കണം എന്നുള്ളതാണ് സെറ്റ് ഔട്ട് ഡ്രോയിങ്സ്. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലോർ ലെവൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്ഥലം ആദ്യം അളക്കാൻ പോകുമ്പോൾ ആദ്യം കൺസൾട്ടൻസ് വരുമ്പോൾ എന്ത് ഒരു ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ബെഞ്ച് മാർക്ക് നിന്ന് സാധാരണഗതിയിൽ പറയുന്ന ഒരു മെത്തേഡ് ഞാൻ സൂചിപ്പിച്ചു തരാം. ഫ്ലോർ ലെവൽ 0 ആണെന്ന് വയ്ക്കുക ഒരു വീടിൻ്റെ. റൈറ്റ്, 0 ആയിട്ട് എടുക്കുക. സാധാരണഗതിയിൽ കാർ പോർച്ചിൻ്റെ ലെവൽ എന്ന് പറയുന്നത് -45 ആയിരിക്കും, -45 സെൻറ്റിമീറ്റർ. ഫ്രണ്ടിലെ മുറ്റമൊക്കെ -45 ആയിരിക്കും. -60 ആയിരിക്കും ഫ്രണ്ടിലെ മണ്ണ്, അത് കാർ പോർച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള മണ്ണ്. റൈറ്റ്, അതൊന്നും ഒരു 15 സെൻറ്റിമീറ്റർ കൂടി താഴെ ആയിരിക്കും റോഡിൻ്റെ ലെവൽ ഉണ്ടാവുക. ക്ലിയർ ആയോ സംഗതി? റൈറ്റ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ മണ്ണിൽ നിന്ന്, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് +15 സെൻറ്റിമീറ്റർ മുകളിലായിരിക്കും കാർ പോർച്ചും സൈഡിലെ മറ്റേ നമ്മുടെ പ്ലിന്ത് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടാവുക. റൈറ്റ്, ടൈലൊക്കെ ഇട്ടുള്ള എല്ലാ സ്ഥലവും. അതൊന്നും 45 സെൻറ്റിമീറ്റർ മുകളിലായിരിക്കും ഫ്ലോർ ലെവൽ. ക്ലിയർ ആയോ? റൈറ്റ്. ഈ ചുവട്ടിൽ 15 എന്നുള്ളത് ചില 10 ചെയ്താലും മതി കാർ പോർച്ചിൻ്റെ ഹൈറ്റൊക്കെ. ക്ലിയർ. അതാ സ്ഥലത്തിനനുസരിച്ച്. ചില സ്ഥലം ടെറൈൻ ആണെങ്കിലോ ഇതിന് ബെഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഇടയുന്നതായിരിക്കും, അതിന് ആവറേജ് എടുത്തിട്ട് ചിലവിടെ. അല്ലാതെ ഈ ടെറൈനാണ് ചരിഞ്ഞിട്ടാണ് കൊണ്ട് ഇതിന് എല്ലാവരുടെയും പൊക്കി ഫില്ല് ചെയ്ത് പൊക്കേണ്ട കാര്യം ഒന്നുമില്ല. അതെന്താണോ ആ നാച്ചുറൽ. എപ്പോഴും നമ്മൾ വീട് കെട്ടുമ്പോൾ കഴിവതും ആവശ്യമില്ലെങ്കിൽ, വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ, ആവശ്യമില്ലാതെ ഫില്ല് ചെയ്ത് പൊക്കുന്നത് വിവരമല്ല, വിവരക്കണം. എന്താണോ ആ സ്ഥലത്തിന്, ബിക്കോസ് സ്ഥലങ്ങൾ 100 കണക്കിന് വർഷങ്ങളായിട്ട് അവിടെ സോളിഡായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിനെ വെറുതെ കുഴിച്ച് മറിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഫില്ല് ചെയ്ത് അവിടെ അർത്ഥത്തിനെ ലൂസാക്കി കൊണ്ടുപോയിട്ടുള്ള മണ്ണ് ഫില്ല് ചെയ്യുന്നത് ഒരു വീട് കിട്ടുമ്പോൾ നല്ലതല്ല. അതിൻ്റെ അർത്ഥം അത് ചെയ്യേണ്ടതെന്നല്ല, നിവൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രം ചെയ്യുക, മിനിമൈസ് ചെയ്യാന്നർത്ഥം, ഫില്ലിങ്ങും ഉയർത്തുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. റൈറ്റ്. അടുത്തത് ഈ ഫ്ലോർ ലെവൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലൊരു ലെവലിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ഫ്ലോർ ചെയ്യുമ്പോൾ
ഫ്ലോറ് ചില ആളുകൾ സിറ്റ് ഔട്ട് ഒന്ന്, ഡ്രോയിങ് ഒന്ന്, മറ്റേ കിച്ചൺ ഒന്ന്, അങ്ങനെ വലിയ വലിയ ലെവൽ ഡിഫറൻസ് സ്റ്റെപ്പിൽ ചെയ്യും. അതിനോട് ഞങ്ങളുടെ ടീമിന് യോജിപ്പില്ല. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പ്രായമാകുമ്പോൾ നമ്മൾക്ക് ഈ വീൽ ചെയറോ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടെ ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യരാണ്, പ്രായം നമുക്ക് ആവുമല്ലോ. അന്ന് ഈ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് പാരയായി മാറും. അന്ന് നമുക്കത് ഭയങ്കര ഇൻകൺവീനിയൻസ് ആയി ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വീടെപ്പോഴും വീടിൻ്റെ ഫ്ലോർ ലെവൽ വന്ന ഒരേ ലെവലിലായിരിക്കണമെന്നാണ് അഭിപ്രായം. പക്ഷേ അതിൻ്റെ അകത്ത് നിന്ന് 1 സെൻറ്റിമീറ്ററോ 1/2 സെൻറ്റിമീറ്ററോ താഴ്ന്നുകൊണ്ട് കുറച്ച് സാധനങ്ങൾ നിൽക്കേണ്ടതുണ്ട്. അവിടെ ഇതെവിടേക്കാണ് പറഞ്ഞുതരാം. ബാത്റൂം 1 സെൻറ്റിമീറ്ററേക്കും താഴ്ന്നിരിക്കണം. ആ താഴ്ന്നതിലാണ് ബാത്റൂമിൻ്റെ ഡോർ വന്ന് അടയേണ്ടത്. അപ്പോൾ അത് ഫ്ലോർ ലെവലിൻ്റെ സെക്ഷൻ എടുക്കുമ്പോൾ അവിടെ ബാത്റൂം സെക്ഷനിലുണ്ടെങ്കിൽ താഴ്ന്നു നിൽക്കണം. അതേപോലെ തന്നെ സിറ്റ് ഔട്ട് താഴ്ന്നു നിൽക്കണം. വർക്ക് ഏരിയ ഉണ്ടെങ്കിൽ താഴ്ന്നു നിൽക്കണം. ബാൽക്കണി ഉണ്ടെങ്കിൽ താഴ്ന്നു നിൽക്കണം. എത്ര 1/2 സെൻറ്റിമീറ്ററോ 1 സെൻറ്റിമീറ്ററോ താഴ്ന്നു നിൽക്കണം എന്നാണ് പറയുന്നത്. റൈറ്റ്? ചുരുക്കത്തിൽ പറഞ്ഞത് എന്താ അതിൻ്റെ റിക്വയർമെൻറ്റ് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പുറത്ത് ചാർലടിക്കാൻ സാധ്യതയുള്ള സിറ്റ് ഔട്ടോ ബാൽക്കണിയോ വർക്ക് ഏരിയയോ അതുപോലുള്ള ഏത് സ്ഥലം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ വാഷ്റൂമിൻ്റെ അകത്ത് വെള്ളം വരാൻ സാധ്യതയുള്ള ഏത് സ്ഥലം ഉണ്ടെങ്കിലും അത് മെയിൻ ഫ്ലോറിൽ നിന്ന് 1/2 സെൻറ്റിമീറ്റർ താഴ്ന്നു നിന്നാൽ ഏത് കാരണവശാലും ചാർലടിച്ചാൽ വെള്ളം മെയിൻ ഫ്ലോറിലേക്ക് വരില്ല. ഇതാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ്, വേറെ ഒന്നുമല്ല. ഇത് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഒരു തമ്പ് റൂൾ, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ പോയിന്റുകളിലും ഒരു തമ്പ് റൂൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് മാച്ച് ആവുക അതിനനുസരിച്ചെടുത്ത് നിങ്ങൾ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ വാഷ്റൂമിൻ്റെ അകത്ത് സാധാരണ ഇതിൽ 3 പാർട്ടീഷനുമാണ്. നല്ല ലോങ് ആയിട്ടുള്ള വാഷ്റൂം ആണെങ്കിൽ ഒരു പാർട്ടീഷൻ ആദ്യം വാഷ് ബേസിനുള്ളത്, റൈറ്റ്? അത് മുഖം കഴുകാനും നമുക്ക് ഇമീഡിയറ്റ് കൈ കഴുകിയിട്ട് പോകേണ്ടത്. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് EWC ഉള്ളത്, അതായത് ക്ലോസറ്റ് ഉള്ളത്, റൈറ്റ്? മൂന്നാമത്തെ ഏരിയ കുളിക്കാനുള്ളത്. ഇതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. ഏറ്റവും കൂടുതൽ ഒരു ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുക കൈ കഴുകുന്ന ടാപ്പാണ്, റൈറ്റ്? ക്ലിയർ ആണല്ലോ? അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുക. രണ്ടാമത് ഉപയോഗിക്കുന്നത് EWC ആണ്. മൂന്നാമത് ഏറ്റവും വളരെ കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കുളിക്കലാണ്. ബിക്കോസ് ഒരാൾ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യത്തിലൊന്നും കൂടുതൽ കുളിക്കില്ല, കുളിച്ചാൽ സുഖം വരും. അതേസമയം EWC അതിനെക്കാട്ടി കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്യും, അതിനെക്കാട്ടി കൂടുതൽ വാഷ് ബേസിൻ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഡോർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വാഷ് ബേസിൻ, അത് കഴിഞ്ഞ് EWC, അത് കഴിഞ്ഞ് വെറ്റ് ഏരിയ. ഈ വെറ്റ് ഏരിയ വലിയ വാഷ്റൂംസ് ഒക്കെ ആണെങ്കിൽ വെറ്റ് ഏരിയൻ്റെ അവിടെ ഒരു കർട്ടൻ ഇടാം. ഗ്ലാസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കോസ്റ്റ് ആണെങ്കിൽ ഗ്ലാസ് ഇട്ട് ഡിവൈഡ് ചെയ്യാം. കുളിക്കുന്ന സ്ഥലത്ത് അവിടെ ഷവറും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും. അത് ഈ ബാത്റൂമിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ ഈ ഫ്ലോർ ലെവലിൽ നിന്ന് 1/2 സെൻറ്റിമീറ്ററോ 1 സെൻറ്റിമീറ്ററിനും താഴെ ആയിരിക്കണം വാഷ്റൂം. ആ വാഷ്റൂമിൻ്റെ ടോട്ടൽ സ്പേസിൽ നിന്ന് 1/2 സെൻറ്റിമീറ്ററിനും താഴെ ആയിരിക്കണം ഈ വെറ്റ് ഏരിയ, ഈ കുളിക്കുന്ന സ്ഥലം ഏരിയ. ക്ലിയർ ആയോ? ഇത്തരത്തിലുള്ള ലോജിക്കുകൾ മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ ഇമ്പോർട്ടൻസ്, അപ്പോൾ ആ ഫ്ലോർ ലെവലിൻ്റെ ഇമ്പോർട്ടൻസും ക്ലിയർ ആയി. ഇനി അടുത്തത് ഒരു 3 പോയിൻറ്റും കൂടി കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ അതിൻ്റെ ചെയ്യാം, ബിക്കോസ് അത്ര സമയമായി. ബാക്കിയുള്ളത് നമുക്ക് സോഴ്സിങ് എന്നുള്ള പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് പോകാം അടുത്ത. റൈറ്റ്? ഇനി ഇമ്പോർട്ടൻസ് ആൻഡ് ഡീറ്റെയിലിംഗ് ഓഫ് ബ്രാൻഡ് ഫിക്സിങ്. ഇനി അടുത്തത് ഈ ഫ്ലോർ പ്ലാൻ ഇതെല്ലാം വരച്ച് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഈ ഫ്ലോറിൻ്റെ ലെവല് സെക്ഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത മീറ്റിങ്ങിൽ ഈ കൺസൾട്ടൻ്റ്, അതായത് ഈ നേരത്തെ പറഞ്ഞ എഞ്ചിനീയറും അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയറും ആയിട്ടും വീട്ടുകാരിൽ ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ സ്പെസിഫിക്കേഷൻ. നേരത്തെ ഫിക്സ് ചെയ്തല്ലോ, ആ സ്പെസിഫിക്കേഷൻ പ്രകാരമാണല്ലോ ഇതൊക്കെ വരച്ച് ഡ്രോയിങ് ആക്കിയത്. ഇനി അത് ഏത് ബ്രാൻഡിൻ്റെ ഏത് മോഡൽ വേണമെന്ന് ഫിക്സ് ചെയ്യണം ഇവിടെ വെച്ചിട്ട്, റൈറ്റ്? അടുത്ത സ്റ്റേജ്, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രാൻഡ് ഫിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബിക്കോസ് ഓരോ ബ്രാൻഡിൻ്റെയും ഓരോ മോഡലിൻ്റെയും ആ ടാപ്പിൻ്റെ ഏരിയകൾ അല്ലെങ്കിൽ EWCയുടെ കണക്ഷൻസ്, എസ് ട്രാപ്പ്, പി ട്രാപ്പ്, ഇതുപോലെയൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് വൃത്തിയായിട്ട് നേരത്തെ പറഞ്ഞ ഡ്രോയിങ്ങുകളിലെല്ലാം വരച്ചത് ഏത് ബ്രാൻഡിന് സ്യൂട്ടാകുമെന്ന് ഇവിടെ തന്നെ നോക്കി ബ്രാൻഡ് ഇവിടെ ഫിക്സ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പല വീടുകളിലും ഉണ്ടാവും ഒരു ബ്രാൻഡ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് വരും, എന്നിട്ട് അതിവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റാതെ മുക്കിൽ കിടക്കുന്നുണ്ടാവും. ഒരു വീട് കിട്ടുമ്പോൾ 4-5 പോയി കഴിഞ്ഞാൽ 10, 25, 50,000 പോയി കോസ്റ്റ് മാറും. അങ്ങനെ നാഷണൽ വേസ്റ്റായിട്ട്, റിസോഴ്സ് വേസ്റ്റായിട്ട് ഒരു സാധനം കിടക്കാതിരിക്കണമെങ്കിൽ ഈ പാർട്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഇതൊക്കെ കോസ്റ്റ് കൺട്രോളിൻ്റെ പാർട്ടാണ്, ക്വാളിറ്റി കൺട്രോളിൻ്റെ പാർട്ടാണ്. അതേപോലെ തന്നെ പിന്നെ ചിലപ്പോൾ അതിന് ഏതായാലും കൊണ്ടുവന്നിട്ട് ഒപ്പിച്ച് വെച്ചാൽ എന്താവും, അത് ക്വാളിറ്റി ഇഷ്യൂ, റൈറ്റ്? അപ്പോൾ അതില്ലാതിരിക്കണം ഇവിടെ ബ്രാൻഡ് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ ഏത് മോഡൽ യൂസ് ചെയ്യണമെന്ന്, വയറാണ് യൂസ് ചെയ്യുന്നത്, V-Guardൻ്റെ ഇന്ന മോഡൽ വയർ യൂസ് ചെയ്താൽ മതി. അത് 20 മീറ്ററിൻ്റെ ഇത്ര മീറ്ററിൻ്റെ കോയിൽ എടുക്കണോ 100 മീറ്ററിൻ്റെ കോയിൽ എടുക്കണം എന്താണെന്നുള്ളത് അതും തീരുമാനിക്കുക. അതേപോലെ സ്വിച്ച് ഇന്ന V-Guardൻ്റെ, അല്ലെങ്കിൽ ഞാൻ ഈ ബ്രാൻഡ് പറയുന്നത് ബ്രാൻഡിൻ്റെ പരസ്യ പ്രൊമോഷൻ അല്ല, ഏത് ബ്രാൻഡ് ഇനി ബ്രാൻഡ് ഞാൻ ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ ഹാവൽസോ അല്ലെങ്കിൽ L&T ഏതാണെങ്കിലും അതിൻ്റെ സ്വിച്ച് ഇന്ന മോഡൽ, അവർക്ക് തന്നെ കുറേ മോഡൽസ് ഉണ്ട്, ഇന്നത് എടുക്കുക. അപ്പോൾ നമുക്ക് ക്ലിയർ ആവും, റൈറ്റ്? അതേപോലെ തന്നെ കോൺക്രീറ്റ് വൃത്തിയായിട്ട് പഠിക്കുക. സിമെൻറ്റ് ഏതാണ്, എല്ലാ സിമെൻറ്റും ഒക്കെ ഏകദേശം ഒരേമാതിരി തന്നെയാണ് എല്ലാ സിമെൻറ്റും. പ്രൈസ് മാത്രം ചില ബ്രാൻഡിലെ ഡിഫറൻസ് വരുന്നുള്ളൂ. വെറുതെ ആവശ്യമില്ലാണ്ട് കാശ് ചിലവാക്കിയിട്ട് കൂടുതൽ വലിയ ബ്രാൻഡ് നിർത്തി കാര്യമൊന്നുമില്ല. വീടാണ് കിട്ടുന്നത്, ടാറ്റിൻ്റെ സ്റ്റീൽ വേണമെന്ന് ചില ആൾക്കാർ പറയും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിലും ഞങ്ങളുടെ എക്സ്പീരിയൻസിലും അതൊന്നും വലിയ ഇതുള്ള കാര്യമല്ല. റീസൺ എന്താണ് പറയുക, അത് സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ്, അത് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് എയറായിട്ട് തട്ടി വെള്ളമായിട്ട് തട്ടി അത് തുരുമ്പ് പിടിക്കും. അത് തട്ടാത്തടത്തോളം കാലം വൃത്തിയായിട്ട് കോൺക്രീറ്റ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഇതാണ് അതിൻ്റെ ഫണ്ട. പിന്നെ ഓരോ ബ്രാൻഡിന് ചെറിയ ഡിഫറൻസുകളൊക്കെ ഉണ്ട്. അതൊന്നും ഈ 2 സ്റ്റോർ വീട് കെട്ടുന്നതിന്, അതൊക്കെ ബുർജ് ഖലീഫ കെട്ടുന്നതൊക്കെ ആലോചിക്കാം. ഈ 2 സ്റ്റോറിയുടെ വീട് കെട്ടുന്നതിന് ഇതൊന്നും പ്രശ്നമേ അല്ല. ഇതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ ISI ഉള്ള
മോശമില്ലാത്ത ക്വാളിറ്റിയുള്ള ഏത് സ്റ്റീലാണെങ്കിൽ ഉപയോഗിക്കുക. അതേപോലെ തന്നെ ISA ഉള്ള ഒരുവിധം മോശമില്ലാത്ത സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമുക്ക് എല്ലാവരും കേൾക്കുന്ന ഒരുവിധം കമ്പനിയുള്ള സിമെൻറ്റൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയേണ്ട റെക്കമെൻഡേഷൻ. റൈറ്റ്. പിന്നെ ബാക്കി അപ് ടു യു. നമുക്ക് നല്ല അങ്ങനെ ഒരു ബ്രാൻഡിലേക്ക് പോകണമെന്ന് അത് പോവുകയും ചെയ്യാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ തെറ്റിദ്ധരിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല എന്ന് പറയാൻ മാത്രം ഇത് സൂചിപ്പിക്കുകയാണ്. ഒരു ബ്രാൻഡിൻ്റെ റെക്കമെൻഡേഷനോ ഒരു ബ്രാൻഡ് വേണ്ടാന്ന് പറയുക അല്ല എൻ്റെ തൊഴിൽ, അതല്ല ഞങ്ങളുടെ പണി. ഞങ്ങളുടെ പണി എന്ന് പറയുന്നത് ആളുകൾക്ക് ആ അവയർനെസ്, ആ സത്യസന്ധമായിട്ടുള്ള ആ നോളേജ് കൊടുക്കുകയും ആ നോളേജ് കൊടുക്കുന്ന മുഴുവൻ ഒരു തമ്പ് റൂൾസിൽ കൂടെ കൊടുക്കുകയും ആ നോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ക്ലയൻസിന് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള അറിവ് അവർക്ക് എംപവർ ചെയ്യണം. ദാറ്റ് മീൻസ് എംപവർമെൻറ്റ് ആൻഡ് എനേബിൾമെൻറ്റ് ഈസ് അവർ ജോബ്. ക്ലിയർ ആയോ സംഗതി? റൈറ്റ്. അതേപോലെ തന്നെ ഈ ബ്രാൻഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായി, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞു എത്ര, ഒരു ഫ്ലോറിന് 14 സ്റ്റേജ്, പിന്നെ ഓരോ ഫ്ലോറിന് 10 സ്റ്റേജ്. അത് വെച്ചിട്ട് ഒരു വീടാണെങ്കിൽ 14 10 24 സ്റ്റേജ് ആയി. 24 സ്റ്റേജിലും ലേബർ അല്ലെങ്കിൽ വർക്ക് ഇത്ര, അതായത് ആ ഒന്നാമത്തെ സ്റ്റേജിൽ ഇത്ര പ്ലാസ്റ്റിക്, ഇത്ര മണ്ണ് കുഴിക്കുക, ഇത്ര മണ്ണ് റീഫിൽ ചെയ്യുക, ഇത്ര അങ്ങനത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ ഐറ്റംസ്, ഒരു 20 ഐറ്റംസ് ആകെ വർക്ക് ഐറ്റംസ് ഉണ്ടാവുള്ളൂ ഗ്രൂപ്പ് ചെയ്താൽ. അതേപോലെ ഒരു 10 മെറ്റീരിയൽ ഐറ്റംസേ ഉണ്ടാവുള്ളൂ ആകെ ടോട്ടൽ. ഐറ്റംസ് അല്ല ഗ്രൂപ്പ്. റൈറ്റ്. ക്ലിയർ ആയോ? ആ ഗ്രൂപ്പിൻ്റെ അകത്ത് പെട്ട, ഫോർ എക്സാമ്പിൾ ആദ്യത്തെ സ്റ്റേജിൽ ഇത്ര മണ്ണ് കുഴിക്കാൻ, ഇത്ര മണ്ണ് നിറയ്ക്കാൻ, ഫില്ല് ചെയ്യാൻ, ഇത്ര RR, അങ്ങനെ ക്വാണ്ടിറ്റി, ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി എടുത്തിട്ടായിരിക്കും ലേബർ അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. ആ സ്റ്റേജിൽ തന്നെ മെറ്റീരിയൽ ഇത്ര കരിങ്കല്ല് വേണം, ഇത്ര സിമെൻറ്റ് വേണം, ഇത്ര എംസാൻഡ് വേണം, അവിടെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ 14 10 24 സ്റ്റേജിൽ ഓരോ സ്റ്റേജിലുമുള്ള ക്വാണ്ടിറ്റി, ഓരോ സാധനങ്ങളുടെയും ക്വാണ്ടിറ്റി അവിടെ വന്നിട്ടുണ്ടാവും എസ്റ്റിമേറ്റിൽ, മെറ്റീരിയൽ എസ്റ്റിമേറ്റിൽ. ഓരോതിൻ്റെയും ലേബർ ക്വാണ്ടിറ്റി അപ്പുറത്തും വന്നിട്ടുണ്ടാവും ലേബർ എസ്റ്റിമേറ്റിൽ. ക്ലിയർ ആയോ? റൈറ്റ്. ഇങ്ങനെ ചെയ്യണതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാനിപ്പോൾ സൂചിപ്പിക്കാം. അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ലേബറും മെറ്റീരിയലും വേറെ 2 ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് 14 സ്റ്റേജിൽ നമുക്ക് കിട്ടും. ഇത് കിട്ടുമ്പോൾ ഒരു കോൺട്രാക്ടർ വന്നു, ആ കോൺട്രാക്ടർക്ക് നമുക്ക് പൈസ കൊടുക്കാൻ പേടിയുണ്ടാവില്ല. റീസൺ കാരണം ഓരോ സ്റ്റേജിൻ്റെ ക്വാണ്ടിറ്റി അവിടെ ഉണ്ട്, അതിനനുസരിച്ചുള്ള പൈസ കൊടുക്കാം. അപ്പോൾ കോൺട്രാക്ടർക്ക് ഇതിൻ്റെ പൈസ കറക്റ്റായിട്ട് സമയത്ത് നേരത്തെ കിട്ടും. അപ്പോൾ കോൺട്രാക്ടർക്ക് സുഖമായിട്ട് പണിയെടുക്കാം. ഇനി കോൺട്രാക്ടർ നമുക്ക് വേണ്ട, അത് ശരിയല്ല തോന്നി മാറ്റണമെങ്കിലും കോൺട്രാക്ടർക്ക് നഷ്ടം വരില്ല, നമുക്ക് ഈസി ആയിട്ട് മാറ്റി വയ്ക്കുക. ഇത്ര പണി കഴിഞ്ഞു, ബാക്കിയുള്ള കഴിഞ്ഞില്ല നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതേപോലെ തന്നെ മെറ്റീരിയൽ സോഴ്സ് ചെയ്യുമ്പോൾ ഇത്ര ഇന്ന സ്റ്റേജിന് ഇത്ര മെറ്റീരിയൽ വേണ്ട, വളരെ ക്ലാരിറ്റി. നമുക്ക് ആദ്യം തന്നെ നേരത്തെ സോഴ്സ് ചെയ്യുമ്പോൾ ഇത്ര സാധനം വേണമെന്ന് ആരുടെ അടുത്ത്, കമ്പനിക്കാരടുത്ത് ഡയറക്റ്റായിട്ട് ചോദിക്കാം. അപ്പോൾ അതിന് എത്ര ഡിസ്കൗണ്ട് വരുമെന്ന് ചോദിക്കാം. പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നമുക്ക് വാങ്ങിക്കാം. സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കില്ല, വേസ്റ്റ് വരില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലുള്ള സോഴ്സിങ്ങിൽ എസ്റ്റിമേറ്റ് അവർ ഇട്ട് തന്നതിൽ വല്ല വേസ്റ്റ്, ഇനി വേസ്റ്റ് വന്നു കോൺട്രാക്ടർ എടുത്തോ അല്ലെങ്കിൽ വർക്കർ എടുത്തോ പണിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ള വാങ്ങിക്കാതിരിക്കണം. ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേഷൻ മെറ്റീരിയലും ലേബറിലും കൃത്യമായിട്ട് വേണം, ചെയ്തു പോകണം. റൈറ്റ്. ഇനി അടുത്തത്, ഇതും ചെയ്തു പോവുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണല്ലോ, നമ്മളിപ്പോൾ ഈ നേരത്തെ ഇതിനെ സമപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരാളുടെ ബഡ്ജറ്റിംഗ് മുതൽ അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി ചെക്കിംഗ് മുതൽ ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ വരെയായി. ക്ലിയർ ആയോ? ഇതെല്ലാം കൂടി എത്ര പോകുന്നൊരു ഫയലായി മാറും. ഒരു 10 400 500 പേജുകളുള്ള ഒരു ബുക്കായി മാറും ഫയൽ. ഇതിനെയാണ് ഞങ്ങൾ പറയുക സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ടു ബിൽഡ് എ ഹൗസ്. റൈറ്റ്. ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ, ബിക്കോസ് നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു 10 നമ്മുടെ ജീവിതത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വരുന്നത്. ഇതിന് ഇത്ര ആക്കാൻ എന്താ ചിലവ് വരിക? വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചിലവാക്കുകയാണെങ്കിൽ പ്ലാന് വരയ്ക്കാൻ എല്ലാം കൂടിയാണെങ്കിലും 10-50,000 റുപ്യൻ്റെ താഴെ വരുള്ളൂ, അല്ലെങ്കിൽ എറൗണ്ട് അതാണ് ഇതിന് വരാൻ വരുന്ന കോസ്റ്റ്. ചിലപ്പോൾ മേ ബി 5-10,000 അങ്ങോട്ട് കൂടെ പോകാം. പക്ഷേ ഈ വീട് കഴിയുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ ഒരു മിനിമം 3 ഇരട്ടിയെങ്കിലും സേവിങ്സും ക്ലാരിറ്റിയും നമുക്ക് ഉണ്ടാവുന്നു. റൈറ്റ്. ക്ലിയർ ആയോ? പിന്നെ ക്വാളിറ്റി എന്താണ്, നമ്മളൊരു വീട് കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ലീക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതല്ല, നമ്മുടെ മനസ്സമാനം മുഴുവൻ പോകും, നമ്മുടെ അത് കറക്റ്റ് അല്ല. ഇതല്ല, വളരെ സയൻറ്റിഫിക്കാണ്, ക്ലിയറാണ്. എവിടെ എന്ത് നിർത്തിയാലും, ആര് തുടങ്ങിയാലും, ഇവിടെ നിർത്തി ഇവിടെ തുടങ്ങി എല്ലാ കാര്യമാണ് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബഡ്ജറ്റിങ്ങിൻ്റെ ഓരോ സ്റ്റേജിൻ്റെ നിങ്ങൾ റിവ്യൂ ചെയ്ത് നോക്കിയാൽ എത്ര സ്റ്റേജ് ഉണ്ടെന്ന് അറിയും. ഈ വീഡിയോ വീണ്ടും കണ്ടാൽ മതി. ആ സ്റ്റേജിൻ്റെ ഓരോ സ്റ്റേജിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഓരോ സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷോർട്ട് വീഡിയോസ് ഉണ്ടാവും. അത് മാത്രമാണ് കണ്ടെങ്കിൽ അത് അവിടുന്ന് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. റൈറ്റ്. ഇത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തത് തീർച്ചയായിട്ടും ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ സോഴ്സിങ്, ഇത് എവിടെ നിന്നെങ്കിലും കിട്ടുക, അതെങ്ങനെയാണ് വാങ്ങിക്കേണ്ടതുണ്ടാവും. അത് കഴിയുമ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇതിൻ്റെ പീരിയോഡിക്കൽ മെയിൻ്റെനൻസിൻ്റെ വീഡിയോസും ഇതിന് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. ഓൾറൈറ്റ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇത് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു വീഡിയോ വയ്ക്കുമ്പോൾ എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ എഞ്ചിനീയേഴ്സിന് അറിയും. പക്ഷേ ഇതൊരു കോമൺ സെൻസിൽ നമ്മുടെ ഒരു 3-4 മണിക്കൂർ കുടുംബക്കാർ ചിലവാക്കിയാൽ നമുക്ക് കോമൺ സെൻസിൽ നമുക്ക് മനസ്സിലാവും. ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന വലിയ ഐഡിയ ആണ് നമ്മുടെ വീട് കിട്ടുമ്പോൾ ക്ലാരിറ്റി. അപ്പോൾ നിങ്ങൾ എന്താണോ മനസ്സിൽ കണ്ട ഡ്രീം അതവിടെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നമുക്ക് കഴിയുന്നതാണ് ഇതിൻ്റെ വസ്തുത. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സുമാർ 10% സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്.
ആമസോണും ഫ്ലിപ്കാർട്ടും alibaba.com ഒക്കെ പോലെ നമ്മളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്റ്റീവ് ഓൺലി ഉള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലൈയേഴ്സും ഒക്കെ 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാറ്. ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടും സൂപ്പർ എഫിഷ്യന്റ് ആയിട്ടും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് സുമാർ 10% സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ CT ബിൽഡേഴ്സ് ആപ്പിലൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ അവിടെ നിർമ്മിക്കാം. ദാറ്റ്സ് ഓൾ. നീ കളഭമാടുന്ന നേരം ആ പരിമളം എൻ്റെ വീട് കണ്ടാലും അവർ ഹോം ഇറ്റ്സ് ലൈക്ക് ഓസം. സമയമേ നീയോ ബിൽഡർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരു എമൗണ്ട് പറയും, അത് നമ്മളങ്ങോട്ട് കണ്ണുടച്ച് കൊടുക്കുകയാണ്. അതിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. ഞാൻ ഹാപ്പിയാണ് ഈ പ്രൊജക്റ്റിൽ. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പക്ഷെ ഞങ്ങൾ ഇതിൽ 100% സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞങ്ങളെ ചീറ്റ് ചെയ്തില്ല. ടീം നന്നായി സപ്പോർട്ട് ചെയ്തു. എല്ലാവരും നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യും. എല്ലാവരോടും നന്ദിയുണ്ട്. കംപ്ലീറ്റ് ചെയ്തു വന്ന ഈ ലാസ്റ്റ് ഒരു 15 ഡേയ്സിലാണ് നല്ലൊരു ഔട്ട്കം വന്നപ്പോൾ എന്തായാലും ഇനി ഇവിടെ തന്നെ താമസിക്കാന്ന് പ്ലാൻ ചെയ്തു. നമ്മൾ മുംബൈയിൽ നിന്ന് ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു. താങ്ക്സ് ടു ചാത്തൻകുളം. A fully super efficient digital system that helps clients to build their dream home by saving around 10%. CT Builders app, an innovation of Chathamkulam Group.